Meet the editors. വെള്ളാപ്പള്ളിക്ക് വിലക്കില്ലേ എന്നതാണ് ചോദ്യം. ജിമ്മി ജെയിംസ്, വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗങ്ങൾ പലപ്പോഴും നമ്മൾ ചർച്ചയാക്കിയിട്ടുണ്ട്. അത് ഡിബേറ്റിലായാലും മിഡ് എഡിറ്റേഴ്സിലായാലും പലതവണ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് 30-ാം വാർഷികത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള 30-ാം വാർഷികത്തിൽ അദ്ദേഹത്തിന് പൊന്നാട അണിയിച്ച സംഭവം ഉണ്ടായല്ലോ. അന്നും ഈ വിഷയം ചർച്ച ചെയ്തിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം വർഗീയ പ്രസംഗമായി നിലമ്പൂർ പ്രസംഗത്തിന് ശേഷം അടുത്ത പ്രസംഗമായി വന്നിരിക്കുകയാണ്. മുസ്ലിങ്ങളും ശത്രുക്കളാണ്, ക്രിസ്ത്യാനികളും ശത്രുക്കളാണ് എന്ന് പൂർണ്ണ രൂപത്തിൽ പറഞ്ഞുകൂടാ, പക്ഷേ കേരള കോൺഗ്രസിനെ പറയുന്നുമുണ്ട്. വെള്ളാപ്പള്ളിക്ക് എന്തും പറയാമോ? ഈ വെള്ളാപ്പള്ളി എന്തേ വരാൻ വൈകുന്നു എന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷേ അതുണ്ടായില്ല. എന്തായാലും ഇപ്പോൾ വന്നല്ലോ. എൻ്റെ ആ ഒരു ആകാംക്ഷ അവസാനിച്ചു. മുസ്ലിം സമുദായ സംഘടനകൾ, പ്രത്യേകിച്ച് സമസ്ത, സ്കൂൾ സമയമാറ്റത്തിൽ വലിയ തർക്കത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു പ്രതികരണം വരേണ്ടതായിരുന്നു. BJPയുടെ ഭാഗത്ത് വന്നതാണ്. വെള്ളാപ്പള്ളിയുടെ മകൻ്റെ പാർട്ടി, വെള്ളാപ്പള്ളി പറഞ്ഞത് ഞാൻ BDSൻ്റെ ഭാഗമല്ല എന്നാണ്, മകൻ്റെ പാർട്ടിയുടെ സഖ്യകക്ഷിയായി BJP അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അടുത്ത വെള്ളാപ്പള്ളിയുടെ ഊഴമാണ്. അതുകൊണ്ട് അദ്ദേഹം അത് പറയുകയും അവസാനം അത് പറഞ്ഞ് ഒരു ഘട്ടം കഴിഞ്ഞ് വെള്ളാപ്പള്ളി അവിടെ വരെ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് അടുത്തത് പറഞ്ഞത് മുസ്ലിങ്ങളോട് പോയി ചോദിച്ചിട്ട് വേണം കേരളത്തിൽ ഭരണം നടത്താൻ എന്നുള്ളതാണ്. അവിടെ വെള്ളാപ്പള്ളി നുണയാണ് പറഞ്ഞത്. കാരണം സ്കൂൾ സമയമാറ്റത്തിൽ ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് ഇടതുമുന്നണി സർക്കാർ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും ആ ഒരു വിഷയത്തെ ഒന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അദ്ദേഹത്തിന് പറയാനുള്ളത് മുഴുവൻ പരസ്യമായി ഇല്ലാത്ത വാചകങ്ങൾ മുഴുവൻ പറയുകയാണ്. ഈ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പല സമയത്ത് അവസരം നോക്കിയിരിക്കുകയും ഒരു അവസരം കിട്ടിയാൽ അദ്ദേഹം അതിൽ ചവിട്ടി അദ്ദേഹത്തിന് പറയാനുള്ളത് മുഴുവൻ പറയുന്നത് നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുണ്ട്. ഇവിടെ സ്കൂൾ സമയമാറ്റ സംഭവത്തിൽ ശരിയാണ്, സമസ്ത അടക്കമുള്ള ചില മുസ്ലിം സംഘടനകൾ, എല്ലാ മുസ്ലിം സംഘടനകളുമല്ല, ചില മുസ്ലിം സംഘടനകൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അത് പറയാനുള്ള, അതിനൊരു എതിർപ്പ് പറയാനുള്ള അവകാശം അവർക്കില്ലേ? അതിൻ്റെ പേരിൽ അവർ കേരളം കത്തിച്ചോ? അതിൻ്റെ പേരിൽ അവർ കേരളത്തിൽ എന്തെങ്കിലും വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കിയോ? അവരവരുടെ കാര്യം പറഞ്ഞു, ആ നിലപാടിൽ ഉറച്ചു നിന്നു. അവർ സർക്കാരുമായി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ വളരെ മര്യാദയ്ക്ക്, അതിനോട് നിലപാടിന് യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ, പക്ഷേ അങ്ങനെ നിലപാട് പറഞ്ഞ് സർക്കാരുമായി ചർച്ചയ്ക്ക് വിളിക്കാനായി കാത്തിരിക്കുന്ന ഒരു വിഭാഗം, ആ വിഭാഗമാണ് കേരളത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ തനിക്ക് പറയാനുള്ള ഭള്ള് മുഴുവൻ മുസ്ലിം സമുദായത്തെ പറയുകയാണ്. വളരെ മോശമായി. കേരളം അവസാനം കുറച്ച് കഴിയുമ്പോൾ മുസ്ലിം സമുദായം മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് മാറും, അവർ കുട്ടികളെ പെറ്റുകൂട്ടുകയാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം ഹിന്ദു സ്ത്രീകളോട്, ഈഴവ സ്ത്രീകളോട് ഒരു ഉപദേശവും അദ്ദേഹം നൽകുന്നുണ്ട്, നിങ്ങൾ പ്രൊഡക്ഷൻ നിർത്തരുതേ. അവിടം വരെ അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇലക്ഷന്, കേരളം തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് ഇനി കൃത്യം 1 വർഷമില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. സ്വാഭാവികമായും ഇത് പറയണം, പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. 2015 വെള്ളാപ്പള്ളി നടേശൻ ആദ്യമായി ഈ വിഷയത്തിൽ കേരളത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയത് നൗഷാദ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു 2 ആന്ധ്ര സ്വദേശികളെ താഴേക്ക് വീണുപോയ ഓടയിലേക്ക് വീണുപോയ ആളുകളെ, മാൻഹോളിലേക്ക് വീണുപോയ ആളുകളെ രക്ഷിക്കാനായി ചാടി ഇറങ്ങുകയും അവിടെ അയാൾ മരിക്കുകയും ചെയ്തു. അന്ന് വെള്ളാപ്പള്ളി നടേശൻ വളരെ കാര്യമായി പറഞ്ഞു, എന്താ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കുന്നു, സർക്കാർ ധനസഹായം വരുന്നു. അന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, അതെന്താ മുസ്ലിമിന് മാത്രമേ ഉള്ളൂ, ഇവിടെ ഹിന്ദു മരിച്ചാലൊന്നും കിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ അല്ലെന്നും ഇത് 2 പേരെ സഹായിക്കാനായി ഇറങ്ങിയ ഒരു മനുഷ്യൻ മരിച്ചതുമാണെന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം, അത് വെള്ളാപ്പള്ളി നടേശനും അറിയാം. എന്നിട്ടും അദ്ദേഹം അങ്ങനെ തന്നെ പറയുന്നു. നോക്കൂ, ഇതാണ് പ്രൊപ്പഗാൻഡയുടെ ഏറ്റവും വലിയ തന്ത്രം. ഒരു കാര്യം കളവാണെന്നറിയാം, അത് എല്ലാവർക്കും അറിയാമെന്നുള്ളത് പറയുന്ന ആൾക്കും അറിയാം, പക്ഷേ അത് പറയുക, അതവിടെ കിടക്കുക, അതിങ്ങനെ ചർച്ചയാക്കി കൊണ്ടുപോവുക. അന്ന് വളരെ വലിയ വിവാദമുണ്ടായി. ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം 2019 വെള്ളാപ്പള്ളി നടേശനോട് ഇതേ ചോദ്യം വീണ്ടും ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ, ഞാനൊന്ന് ഗൂഗിളിൽ തിരയുകയായിരുന്നു, അദ്ദേഹം പറഞ്ഞത് എനിക്കതിലൊരു മാറ്റവുമില്ല, എനിക്കതിലൊരു വിഷമവുമില്ല, ഞാനങ്ങനെ പറഞ്ഞതില്ലെന്നാണ്. എൻ്റെ നിലപാട് അങ്ങനെ തന്നെയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ഉറപ്പിച്ച് പറഞ്ഞത്. പക്ഷേ ഈ കാലത്തിനിടയ്ക്ക് മാറ്റമുണ്ടായ വേറെ ചില വിഭാഗമുണ്ട് കേട്ടോ. 2015 വെള്ളാപ്പള്ളി നടേശൻ ഈ വിഷയം പറഞ്ഞപ്പോൾ നാവ് RSSന് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്നും കേരള തൊഗാടിയായി മാറാൻ പോവുകയാണെന്നും പറഞ്ഞ CPM നേതാക്കളുണ്ട് കേരളത്തിൽ. അന്ന് വെള്ളാപ്പള്ളി നടേശനെതിരെ വളരെ വലിയ വിദ്വേഷത്തിൽ ആഞ്ഞടിക്കുകയായിരുന്നു. അന്ന് BDJS ഉണ്ടായിട്ടില്ല കേട്ടോ. BDJS ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പാണ്. BDJS ഉണ്ടായ ശേഷം
വെള്ളാപ്പള്ളി നടേശൻ കുറച്ചുകൂടെ ശക്തമായി ഈ 2015 സമയത്താണ് BDJS ഉണ്ടാകുന്നത്. BDJS യാത്രയിലാണ് ഈ സംഭവം വരുന്നത്. അതിനുശേഷം തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് BDJSൻ്റെ ഉദ്ഘാടനം വരുന്നത്. അതിനു മുമ്പുള്ള വെള്ളാപ്പള്ളി നടേശൻ BDJS ഉണ്ടാക്കിയ ശേഷമുള്ള വെള്ളാപ്പള്ളി നടേശൻ 2019-20 വരെയൊക്കെ ഈ വെള്ളാപ്പള്ളി നടേശനുമായുള്ള CPMൻ്റെ ഇടതുമുന്നണിയുടെ വളരെ വലിയ വിദ്വേഷം നമ്മളിങ്ങനെ സജീവമായി കാണുകയാണ്. അതിനുശേഷം പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ 2015 തുടങ്ങി എന്ന് വേണമെങ്കിൽ പഴയ കഥയുണ്ട്, അത് ഞാൻ പറയുന്നില്ല. 2015 തുടങ്ങി 2019 4 വർഷത്തിന് ശേഷം എനിക്ക് അതിലൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞു. 2020 പറയുന്നു. അതിനുശേഷം ഒരു 3 മാസം മുമ്പ് അദ്ദേഹം പറഞ്ഞല്ലോ, എന്താണ്, മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, അവിടെ പോയാൽ ശ്വാസം മുട്ടും ബാക്കിയുള്ളവർക്ക്. എന്ന് വെച്ചാൽ മലപ്പുറത്ത് ആരാ ഉള്ളത്? മലപ്പുറത്ത് ഭൂരിപക്ഷം 70% മുസ്ലിങ്ങളുള്ള രാജ്യമാണ്, ഉള്ള സംസ്ഥാനമാണ്. അപ്പോൾ അതൊരു പ്രത്യേക രാജ്യമാണ്. അതാ പറഞ്ഞ രാജ്യമാണ്, അതൊരു പ്രത്യേക രാജ്യമാണ്. അവിടെ പോയാൽ എനിക്ക് ശ്വാസം മുട്ടും. ജില്ലയെ രാജ്യമാക്കിയാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറയുന്നു. അവിടെ നോക്കൂ, കേരളത്തിലെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു രീതിയിലുള്ള ബഹളവും നമ്മൾ കണ്ടില്ല. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഇതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ 30ാമത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയ ശേഷമുള്ള അദ്ദേഹത്തെ ആദരിക്കൽ ചടങ്ങ് വരുന്നത്. അപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി വരുമോ എന്നൊരു ആശങ്കയൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ല, അദ്ദേഹം വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം അന്ന് വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ചാൻ സാധ്യതയുണ്ട്. അദ്ദേഹം പറയുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണമെന്നാണ്. എന്നിട്ടോ ഈ പിണറായി വിജയൻ പൊന്നാടെ അണിയിച്ചിട്ട് പോയതിൻ്റെ അടുത്ത ദിവസം ആളുകൾ ചോദിക്കും, പറഞ്ഞു എനിക്കൊരു മാറ്റമില്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് എന്നാ പറഞ്ഞത്. അതേ വെള്ളാപ്പള്ളി നടേശൻ 3 മാസത്തിന് ശേഷം ഇതാ വീണ്ടും അതേ വാദം ആവർത്തിക്കുന്നു. അപ്പോൾ വെള്ളാപ്പള്ളി നടേശന് യാതൊരു മാറ്റവുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജിയുടെ ഭാഗമായി 2015 തുടങ്ങിയതാണ് ആ യാത്ര, BDJS വഴിയുള്ള രാഷ്ട്രീയ യാത്ര. കേരളത്തിൽ പിണറായി വിജയനെയും കേന്ദ്രത്തിൽ മോദിയെയും ഒരേ സമയം പുകഴ്ത്തുന്ന, 2 വള്ളത്തിൽ കാലുവെക്കുന്ന ഒരു പ്രത്യേകതരം രാഷ്ട്രീയ നേതാവാണ്. ഒരു മാസം മുമ്പ് 1.5 മാസം മുമ്പ് വെള്ളാപ്പള്ളി നടേശനെ ഞാൻ ഇൻ്റർവ്യൂ നടത്തി. അപ്പോൾ ഞാൻ അതായത് വെച്ചാൽ ഈ 2 വള്ളത്തിൽ കാല് നിൽക്കുന്നതിൻ്റെ തന്ത്രം എന്താണ്, അതെന്താണ്, എങ്ങനെയാണ് ഈ മെയ്വഴക്കം സാധിക്കുന്നത്? അപ്പോൾ വെള്ളാപ്പള്ളി വളരെ കാര്യമാണ്. എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ സമുദായത്തിൻ്റെ രാഷ്ട്രീയമാണ്. എൻ്റെ സമുദായത്തിന് വേണ്ടി ഞാൻ സംസാരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട. ഇത് സമുദായത്തിന് വേണ്ടിയാണ്. അപ്പോൾ നോക്കുമ്പോൾ ശരിയാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം മലപ്പുറം ജില്ല ഒരു പ്രത്യേക രാജ്യമാണെന്ന് പറഞ്ഞതും ഈഴവർ വല്ലാതെ ശ്വാസം മുട്ടുന്നു എന്നുള്ളതാണ്. മുസ്ലിങ്ങളുടെ നാട്ടിൽ ഈഴവർ പരിപാടിയായിരുന്നു, കേട്ടില്ല, ഈഴവർ വല്ലാതെ ശ്വാസം മുട്ടുന്നതാണ്. ഇന്ന് അദ്ദേഹം കോട്ടയത്ത് പോയെന്താണ് പറയുന്നത്? ഇവിടെയും വലിയ ബുദ്ധിമുട്ടാണ്, ഇവിടെ ആകെ കുഴപ്പമാണ്. കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസും ക്രിസ്ത്യാനികൾക്കൊക്കെ വലിയ കാര്യങ്ങൾ കിട്ടിക്കൊണ്ട് പോകുന്നു. മുസ്ലിങ്ങളാണെങ്കിലോ അവർ കേരളം ഭരിക്കാൻ പോകുന്ന, കേരളത്തിൽ മുഴുവൻ മുസ്ലിം ഭൂരിപക്ഷമാകാൻ പോകുന്ന ഒരു വലിയ രാജ്യമാകാൻ പോകുന്നു. ഇതെല്ലാമാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് വേണ്ടി അദ്ദേഹം കരുതുന്ന രീതിയിലുള്ള രാഷ്ട്രീയം അദ്ദേഹം നേരത്തെ മുതലേ വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിഷയം, ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ വിലക്കാൻ ഈ സർക്കാരിന് കേസൊന്നും എടുക്കണ്ട, പക്ഷേ വെള്ളാപ്പള്ളി നടേശനെതിരെ സംസാരിക്കാൻ ഇനിയെങ്കിലും CPM തയ്യാറാകുമോ? കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടി തയ്യാറാകുമോ? കോൺഗ്രസ് പാർട്ടി ഇതിനോട് എന്ത് പ്രതികരിക്കും? വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെതിരെ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ എന്തു പറഞ്ഞാലും ഒരക്ഷരം മിണ്ടില്ലല്ലോ. നമ്മൾ കഴിഞ്ഞ മാസങ്ങൾ മുഴുവൻ കേട്ടതല്ലേ, വെള്ളാപ്പള്ളി നടേശൻ VD സതീശൻ കഴിവില്ലാത്തവൻ, ഒരു കാരണവശാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞല്ലേ. എനിക്കൊന്നും ഇവരോടൊന്നും പറയാനില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതിന് കോൺഗ്രസിലെ മറ്റു നേതാക്കളെക്കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശൻ വളരെ വർഗീയമായ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹത്തെ പോയി പൊന്നാട അണിയിക്കുന്നു മുഖ്യമന്ത്രി. അവിടെയും ഒന്നുമില്ല. 2015 വെള്ളാപ്പള്ളി നടേശനോടുള്ള പ്രതികരണം ഇതായിരുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രശ്നം വെള്ളാപ്പള്ളി നടേശനല്ല, നമ്മുടെ പ്രശ്നം ഇത്രയും ഭയങ്കരമായി വർഗീയത പറയുന്ന ഒരു വ്യക്തി, ആ മനുഷ്യൻ എന്തു പറഞ്ഞാലും അതിനോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലെന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളാണ് കേരളത്തിലെ 2 വിഭാഗങ്ങളും നടത്തുന്നത്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഭരിക്കുന്ന പാർട്ടി കുറച്ചുകൂടെ കൃത്യമായി അതിൽ വിജയിക്കുകയും 2 പേരും ഒക്കെ ചങ്ങാതിമാരായിട്ട് തോളത്ത് കൈയിട്ടാണ് നടക്കുന്നത്. ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ എന്തായാലും തെറ്റിദ്ധാരണ മാറിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്തെങ്കിലും ഒരു വാക്കിൻ്റെ കൺഫ്യൂഷനിൽ പറഞ്ഞു പോയതല്ല, അദ്ദേഹം പറഞ്ഞത് ആരും തെറ്റിദ്ധരിച്ചിട്ടല്ല. ഇന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, കേരളത്തിൽ ഭരണം നടക്കുന്നത് മുസ്ലിങ്ങളോട് ചോദിച്ചിട്ടാണ്,
പാണക്കാട് പോയി ചോദിച്ചിട്ടാണെന്നല്ല പറഞ്ഞത്, അത് കാന്തപുരത്തോട് പോയി ചോദിച്ചിട്ടാണ് നടക്കുന്നത്. അവർ കേരളം കൈയടക്കാൻ പോകുന്നു, ഇത്രയും പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനെതിരെ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് മറുപടി എന്നറിഞ്ഞാൽ കൊള്ളാം. അതുപോലെ തന്നെ ഇത്രയും വലിയ വർഗീയ പ്രസംഗം നടത്തിയ സ്ഥിതിക്ക് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് നിലപാടെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ വെള്ളാപ്പള്ളിയെ വിടുകയാണ്. അതിനോടുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണമാണ് എനിക്കറിയാൻ താല്പര്യം. ശരി, വെള്ളാപ്പള്ളിക്ക് വിലക്കില്ല എന്ന് നമ്മൾ ചർച്ച തുടരുമ്പോൾ ശ്രീ ആന്റോ, വെള്ളാപ്പള്ളി ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വർഗീയ പ്രസംഗമാണ് യഥാർത്ഥത്തിൽ നടത്തിയത്. ഇവിടെ PC ജോർജും വെള്ളാപ്പള്ളിയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നൊരു ചോദ്യമുണ്ട്. PC ജോർജിനെതിരെ കേസെടുക്കുന്നു, വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനോടൊരു പ്രതികരണം പോലും ഈ സർക്കാർ നടത്തുന്നില്ല. നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രത്യേക സ്ഥിതി അതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടിയിരുന്ന ഈഴവ വോട്ടുകൾ അത് കളയാതിരിക്കാൻ ഇനി അങ്ങോട്ട് സംയമനം, മൗനം അതായിരിക്കുമോ? എന്താണ് തോന്നുന്നത്? വെള്ളാപ്പള്ളി എന്താ വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, കേരളത്തെ ഒരു നാട്ടിൽ വെള്ളാപ്പള്ളി പിന്നെ രാജാവും ബാക്കിയുള്ള പ്രജകളൊക്കെ ആയിട്ട് ഒരു നാട്ടുരാജാവായി വാഴാം എന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. ഈഴവ സംഘടനയെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി പോക്കറ്റിൽ വെച്ചിട്ട് അദ്ദേഹം പറയുന്നതെല്ലാം ഈഴവർ കേട്ടോണം, നടപ്പിലാക്കിക്കോണം എന്ന് വിചാരിച്ച് നടക്കുകയാണ്. അത് ഉദ്ദേശിച്ചിട്ടാണ് 2015 അദ്ദേഹം കാസർഗോഡ് തുടങ്ങി നമ്പൂതിരി മുതൽ നായാടി മുതൽ നമ്പൂതിരി വരെ എല്ലാം ഒരു കുടക്കീഴിൽ അണിനിരക്കണമെന്നും ഞങ്ങളൊരു പാർട്ടി ഉണ്ടാക്കുമെന്നും അത് VDJS ആണെന്നും അതിൻ്റെ അർത്ഥം താമര കുടത്തിൽ വിരിയിക്കാൻ വേണ്ടിയിട്ടാണെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് മലപ്പുറം എത്തിയപ്പോൾ എല്ലാം കൂടി പൊളിഞ്ഞടുങ്ങി. എങ്ങനെയാണ് അടങ്ങിയത്? ഒരു പാവപ്പെട്ട മനുഷ്യൻ 2 അന്യസംസ്ഥാന തൊഴിലാളികളെ ഒരു കുഴിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ചാടി ഇറങ്ങി. അദ്ദേഹം മരിച്ചു. അതിൻ്റെ അകത്ത് അദ്ദേഹം എന്താണ് 2 ജീവന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവൻ ബലി കൊടുത്തു. ആ ബലി കൊടുത്ത മനുഷ്യനോട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പണം കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് ജോലി കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അത് മുസ്ലിമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കിട്ടിയതാണെന്ന് വലിയ വായിൽ ഘോരം പ്രസംഗിച്ചപ്പോൾ അതിനെതിരെ കേസെടുത്തു സർക്കാർ. അറസ്റ്റും ഉണ്ടായി. അപ്പോൾ അതോടുകൂടി എന്ത് സംഭവിച്ചു? അദ്ദേഹം പറഞ്ഞെന്താ പറയുക, ഈ കഴിഞ്ഞ ആഴ്ച 2 മാസം മുന്നത്തെ ഒരു പത്രസമ്മേളനം അദ്ദേഹം പറയാം, കോൺഗ്രസ് എന്നെ വലിയ രീതിയിൽ വേട്ടയാടി. എന്തിനാ വേട്ടയാടിയത്? ഈ മലപ്പുറം പരാമർശം നടത്തിയതിനേക്കാൾ അതിനപ്പുറമായ രീതിയിലാണ് അന്ന് 2015 അദ്ദേഹം പറഞ്ഞത്. അതിനൊരു മാറ്റം അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് ഈ പണ്ട് കാലത്ത് പറയല്ലോ, ഈ കക്കാൻ പോകുന്നവനെ തുടക്ക സമയത്ത് തന്നെ പിടിച്ചാൽ പിന്നെ അദ്ദേഹം കക്കില്ല എന്ന് പറയുമല്ലോ. അതേപോലെ തന്നെ ഇദ്ദേഹത്തെ അന്ന് അറസ്റ്റ് ചെയ്ത് ഉള്ളിലിട്ടായിരുന്നു ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എന്ത് സംഭവിച്ചത്? അദ്ദേഹത്തെ അന്ന് ഊരി വിട്ടു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷം മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാലിടുകയാണ്, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാലിടുകയാണ്. അദ്ദേഹം വിചാരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ നാട്ടുരാജ്യങ്ങളും കുറച്ച് ഈഴവരും അദ്ദേഹം പറഞ്ഞു നടക്കുന്ന ഏറാൻ മൊഴികളും മാത്രമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നവരെ നോക്കിക്കോളൂ. അദ്ദേഹം പറഞ്ഞൊരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറയുന്നതാണ് കേരളത്തിൽ ഈഴവർ മുഴുവൻ കേൾക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക? അദ്ദേഹം പറയുന്ന ഈഴവർ മുഴുവൻ കേൾക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്ന സീറ്റ് ജയിക്കേണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും ഒരു സീറ്റ് കേരളത്തിൽ ജയിച്ചിട്ടുണ്ടോ? ഒരു സീറ്റ് അദ്ദേഹം ജയിപ്പിക്കണം എന്ന് വിചാരിക്കുന്നവർ എപ്പോൾ തോക്കുകയാണ് ചെയ്യാറ്. ആലപ്പുഴ ജില്ലയിൽ അദ്ദേഹം ഈ 10-25 സീറ്റിൽ VDJS മത്സരിച്ചല്ലോ. അദ്ദേഹമായല്ലോ നേതൃത്വം കൊടുത്തത് 2016. ആ സമയത്ത് കേരളത്തിൽ എന്താ സംഭവിച്ചത്? ഒരു സീറ്റിൽ പോലും വന്നില്ല. 2ാം സ്ഥാനത്ത് വന്നില്ല കേരളത്തിൽ. അറിയോ? 2ാം സ്ഥാനത്ത് വന്നില്ല. ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട പാർട്ടീനെ ഘടകകക്ഷിയാക്കി കൂടി ആ ഘടകകക്ഷീൻ്റെ വോട്ടും ഇദ്ദേഹത്തിൻ്റെ വോട്ടും കൂടി രണ്ടും കൂടി ഒന്നിച്ച് മത്സരിച്ചിട്ട് പോലും ജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2ാം സ്ഥാനത്ത് പോലും വരാൻ കഴിഞ്ഞില്ല കേരളത്തിൽ. എന്നിട്ടെന്താ? അദ്ദേഹം അതോടുകൂടി കാര്യം മനസ്സിലായി. അദ്ദേഹം എന്താ വിചാരിച്ചത്? ഞാൻ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കേൾക്കും, ഈഴവർ മുഴുവൻ കേൾക്കുകയും ചെയ്യുന്ന വിചാരിച്ചാണ്. ഈഴവരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു പോക്കറ്റ് പാർട്ടിയാക്കിയിട്ട് ഈ സംവിധാനത്തെ SNDP വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നല്ല രീതിയിൽ ബോധ്യമുണ്ട്. അതിന് ശക്തമായി നിലപാടെടുക്കുന്നവരാണ് ഈഴവർ സമുദായം എന്ന് പറയുന്നത്. ഒരു സമുദായം എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? 30 വർഷം അതിൻ്റെ തലപ്പത്തിരുന്നുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. സമുദായം എന്ന് പറയുന്നത് സമുദായത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ആ മഹിമ ഉണ്ടാവണം. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ, അല്ലെങ്കിൽ ആ സമുദായത്തിലെ മുഴുവൻ ജനങ്ങളെ പ്രതിനിധീകരിച്ച് ആ ജനങ്ങൾക്ക് പോലും അദ്ദേഹം പറയുന്ന പോലെ അല്ലല്ലോ മലപ്പുറത്ത് ജീവിക്കുന്ന ഈഴവരുടെ അവസ്ഥ എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം അവർ സഹോദരന്മാരെ ജീവിക്കുകയാണ്, കെട്ടിപ്പിടിച്ച് ജീവിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോയി കഴിക്കുന്ന ഈഴവനുണ്ട് അവിടെ, ഈഴവനുണ്ട് അവിടെ. തിരിച്ച് അവിടെ ഒരു ആഘോഷം വരുന്ന സമയത്ത് മുസ്ലിങ്ങളെ കൂട്ടിയിട്ട് വന്ന് അവിടെ ഫുഡ് കൊടുക്കുന്ന ഈഴവനുണ്ട് അവിടെ. അവർ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അവിടെ ചെന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ രണ്ടായിട്ട് നിൽക്കുക, നിങ്ങൾ ഈഴവൻ അവിടെ ശ്വാസം മുട്ടി ജീവിക്കുകയാണ് എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെയുള്ള ഈഴവൻ എങ്ങനെയാണ് ഇദ്ദേഹത്തെ കാണുക? കോട്ടയം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് പറയുക ക്രിസ്ത്യാനികളെല്ലാം പ്രശ്നക്കാരാണ്. കേരള കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ്. കേരള കോൺഗ്രസ് പ്രവർത്തിക്കുന്ന ഹിന്ദുക്കളുടെ അവസ്ഥ അപ്പോൾ എന്താ? കേരള കോൺഗ്രസ് പ്രവർത്തിക്കുന്ന ഈഴവൻ്റെ
അവസ്ഥ എന്താ? അത് ക്രിസ്ത്യാനി പാർട്ടിയാണെന്ന് പറയുക. എന്നിട്ട് ഇദ്ദേഹം പാർട്ടി ഉണ്ടാക്കി വെച്ചോ? ഇദ്ദേഹം പാർട്ടി ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ, വേറെ പാർട്ടി ഉണ്ടാക്കിയോ? ആ പാർട്ടിയിൽ ഒരു മനുഷ്യൻ പോലും പോകുന്നില്ല എന്നേ. ആ പാർട്ടി കെട്ടിവെച്ച കാശ്, ഇദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടിക്ക് കെട്ടിവെച്ച കാശ് ഇടുന്നില്ല. അതിൻ്റെ തലപ്പത്ത് അദ്ദേഹത്തെ മകനെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് എന്താ, അദ്ദേഹത്തെ വിമർശിക്കുന്നവരെ മുഴുവൻ വിമർശിക്കുകയാണ്. ഏത് രീതിയിലാണ് വിമർശിക്കുന്നത്? പേരെടുത്ത് വിമർശിക്കുക. കേരളത്തെ സ്ത്രീകളെന്താ ഫാക്ടറിയാണോ പ്രൊഡക്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട്? കേരളത്തെ സ്ത്രീകളെ ഫാക്ടറിയായി കാണുന്ന ഏതെങ്കിലും ഒരു നേതാവ്, ഏതെങ്കിലും ഒരു സാമുദായിക നേതാവ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലുണ്ടോ? ഫാക്ടറി എന്നിട്ട് പറയുകയാണ് ഈഴവ സ്ത്രീകളോട് എന്താ പറയുന്നത് അറിയോ? നിങ്ങൾ പ്രൊഡക്ഷൻ നിർത്തരുതെന്ന്. അതിനൊരു മാന്യത വേണ്ടേ? ഒരു സ്ത്രീനെ അമ്മയായും പെങ്ങളായും കുട്ടികളായും കാണുന്ന ഒരു സ്ത്രീനെ അവരെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? മലയാളീൻ്റെ എന്താണ് ഒരു എന്താ പറയുക, ഒരു മലയാളി ഒരു സ്ത്രീനെ കാണുന്നത് എങ്ങനെയാണ്? ഈ പ്രൊഡക്ഷൻ കമ്പനിയായിട്ടാണോ? എന്നിട്ട് പറയാണ് മുസ്ലിം സ്ത്രീകൾ ഫാക്ടറികളായി, പോലും മുസ്ലിം സ്ത്രീകൾ ഫാക്ടറികളായി അവർ ഇഷ്ടം പോലെ പെറ്റുകൂട്ടുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഇവരെയൊക്കെ പറയേണ്ടത്? ഇതിൻ്റെ 10 പറഞ്ഞിട്ടില്ല പി സി ജോർജ്. ഇതിൽ 10 പറഞ്ഞിട്ടില്ല പി സി ജോർജ്. പറഞ്ഞിട്ടുണ്ടോ മുസ്ലിം സ്ത്രീകളെ ഇവർ എന്താണ് ഫാക്ടറിയായിട്ട് പറഞ്ഞിട്ടുണ്ടോ? കേരളത്തിൽ ഈഴവ സ്ത്രീകളെ ഫാക്ടറിയായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിനെതിരെ കേസെടുത്തു, അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ട് ഹാജരാക്കിയില്ലേ? ഈ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കാൻ തൻ്റെ ഇടമുണ്ടോ? എന്താ ഇതില്ലാത്തത്? അദ്ദേഹം എന്താണ് 6 മാസത്തിലുള്ള ഇലക്ഷനാണ്, 10 മാസത്തിലുള്ള ഇലക്ഷനാണ്. ഒരു ജിബി സാർ നേരത്തെ പറഞ്ഞാൽ ഒരാൾ ഒരക്ഷരം മിണ്ടാൻ പോകുന്നില്ല. ഇദ്ദേഹം പറഞ്ഞിട്ട് വോട്ട് കിട്ടുന്നതുകൊണ്ടല്ല. ജനങ്ങളെ സംബന്ധിച്ചോ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം വെറുപ്പിക്കണ്ട എന്ന് പറയാണ്. കാന്തപുരം മുസ്ലിയാർ എന്ത് തെറ്റാ ഇപ്പം ഇന്നലെ ചെയ്തേ? അദ്ദേഹത്തെ ചീത്ത പറയുന്നുണ്ടല്ലോ. എന്ത് തെറ്റാ ചെയ്തത്? ഒരു സ്ത്രീ, മലയാളി ഒരു സ്ത്രീ വേറൊരു രാജ്യത്ത് തൂക്കുകയറിന് മുന്നിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തെ ഇറക്കിക്കൊണ്ടുവരാൻ കാന്തപുരവും ഈ ചാണ്ടിയുമ്മനും ഈ പറഞ്ഞ പ്രധാനപ്പെട്ട കേന്ദ്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് മുഖ്യ പങ്ക് കാന്തപുരം വഹിക്കുന്നു. അദ്ദേഹം വിചാരിച്ചിട്ട് പോലും നടക്കാത്ത അവസ്ഥയുള്ളത് മനസ്സിലായി. അദ്ദേഹം മടങ്ങിത്തിരിക്കുക. ഏത് 89-85 വയസ്സുള്ള ഒരു മനുഷ്യൻ അല്ല കാന്തപുരത്തെ വിമർശിക്കുന്ന സൂംബയുമായി ബന്ധം അല്ല ആണ് ഞാൻ പറയുന്നത്. ഇപ്പം ഇദ്ദേഹത്തിന് ആൾക്കാർക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫേസ് വാല്യൂ ഉണ്ട്. ആ ഫേസ് വാല്യൂ നശിപ്പിക്കുകയാണ്. ഒരു സാമുദായിക നേതാവ് എന്നുള്ള നിലയ്ക്ക് കാന്തപുരത്തിന് ഒരു ഫേസ് വാല്യൂ ഉണ്ട്. അത് നശിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്ത ഗുണം എന്താ? അദ്ദേഹം ചെയ്ത് സാമുദായമായും അവരുടെ സംഘടനയെ കുറിച്ച് ഇദ്ദേഹത്തെ സംഘടനയെ പറഞ്ഞോട്ടെ. സമുദായം നോക്കാതെ ഇടപെട്ടു. അതെ, അദ്ദേഹം ഇടപെട്ടത് അതെ പിന്നെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീക്ക് വേണ്ടിയിട്ടല്ലല്ലോ, വേറെ സമുദായത്തിലെ സ്ത്രീക്ക്. അദ്ദേഹത്തെ നമ്മൾ എന്നും എല്ലാ കാലവും പറഞ്ഞിരുന്നത് എന്താണ്? അദ്ദേഹം വളരെ ഇടുങ്ങിയ ചിന്താഗതിക്കാരനാണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളെന്നല്ലേ അദ്ദേഹം. ഈ വെള്ളാപ്പള്ളി നടേശന് ഒരു ക്രിസ്ത്യാനിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയുന്നുണ്ടോ? ഒരു ഹിന്ദുവിൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിമുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റില്ലോ? ഒരു ഹിന്ദുവിൻ്റെ ജീവിതത്തിൽ ഇടപെട്ട കാര്യം പറയട്ടെ. ഒരു ഈഴവൻ്റെ ജീവിതത്തിൽ, സ്വന്തം സമുദായത്തിൽ ഒരു ഈഴവൻ്റെ ജീവിതത്തിൽ ഇടപെട്ട കാര്യം പറയട്ടെ വെള്ളാപ്പള്ളി നടേശൻ. എന്നിട്ട് വേണം ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും പറയട്ടെ. അദ്ദേഹത്തിൻ്റെ മുന്നണിയിൽ, അദ്ദേഹത്തിൻ്റെ എന്താണ് പിന്നെ സമുദായത്തിൽ ഉന്നമനം ഉണ്ടായാൽ ആ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഈ കുമാരനാശാൻ ഇരുന്ന കസേരയാണത്. ആ കുമാരനാശാൻ ഇരുന്ന് പ്രവർത്തിച്ച് എങ്ങനെയെന്നറിയോ? ആ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പണിയെടുത്തു. 30 വർഷമായിട്ട് ഈ സമുദായത്തിന് എവിടേക്കാണ് ഉയർത്തിയത്? ഏത് കാര്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? എന്നിട്ട് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയപ്പോൾ അവിടെ മുസ്ലിമിനെ കൊണ്ടുവച്ച് പറഞ്ഞ് കരയാണ്. അപ്പം ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്നുള്ളത് അവിടെ ചിന്തിക്കുന്നത്. അവിടെ അദ്ദേഹം നോക്കേണ്ട എന്താണ്? യൂണിവേഴ്സിറ്റിക്ക് അതിന് തക്കതായിട്ടുള്ള ഒരാളാണോ ഇരിക്കുന്നത്? അതിന് VC അതിന് തക്കതായ ഒരാളാണോ? അദ്ദേഹത്തിന് എന്താണ് ആ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടോ? വിദ്യാഭ്യാസം കൊടുക്കാനും അതിന് സജസ്റ്റ് ചെയ്യാനുള്ള ധാരണയുണ്ടോ എന്നല്ലേ നോക്കേണ്ടത്. അതിന് പകരം എന്താണ്? അദ്ദേഹം മുസ്ലിമാണെന്ന് അന്വേഷിച്ചു പോവാണ്, ഇദ്ദേഹം ക്രിസ്ത്യാനിയാണോ എന്ന് അന്വേഷിച്ചു പോവാണ്, കോട്ടയം ക്രിസ്ത്യാനികളുടെ കേന്ദ്രമാണ് അന്വേഷിച്ചു പോവാണ്, മലപ്പുറം മുസ്ലിങ്ങളുടെ കേന്ദ്രമാണ് അന്വേഷിച്ചു പോവാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക് എവിടെ ഉന്നതി ഉണ്ടാകാൻ പറ്റും? 30 വർഷമായിട്ട് ആ കസേരയിരിക്കുന്നു. ഒരു എടുത്ത കാര്യം പറ. ഞാൻ പറയുന്നത് അറിയോ? പൊന്നാടിയിട്ട് അണിയിച്ചുകൊണ്ട് കാര്യമില്ല. ഒരാൾ ഒരു കസേര ഇരുന്ന് വിചാരിച്ച് പൊന്നാടിയിട്ട് അണിയിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഒന്നുമില്ല. എന്നിട്ട് ചർച്ച നടത്തുന്നവരെ കാര്യം ആവശ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് ചർച്ച? കേരളത്തിൽ എന്ത് തെമ്മാടിത്തരം നടത്തിയാലും കേരളത്തിലെ ജനങ്ങളും പാർട്ടികളും പ്രസ്ഥാനങ്ങളും കേരളത്തിലെ മീഡിയകളും ചർച്ച ചെയ്യും. അത് വട്ടമേശ സമ്മേളനമായാലും ചർച്ചയായാലും അതെന്താണ് അല്ല 4 ആണുങ്ങളും 2 പെണ്ണുങ്ങളും ചർച്ചയായാലും ഉണ്ടാവും. വീട്ടെറ്റിനെ കുറിച്ച് പറയുന്നത് 4 ആണുങ്ങളും 2 പെണ്ണുങ്ങളും ഇരുന്ന് ചർച്ച നടത്താന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മളെ കുറിച്ച് അത്രയും പറഞ്ഞില്ലല്ലോ. എന്താണ് ഫാക്ടറിയാന്ന് പറയില്ലല്ലോ. ഏത് ഹിന്ദു സ്ത്രീകളെ കുറിച്ചിട്ട് ഈഴവ സ്ത്രീകളെ ഫാക്ടറികളായിട്ടും മുസ്ലിം സ്ത്രീകളെ ഫാക്ടറിയായിട്ടും കാണുന്ന ആളുടെ അടുത്ത് നിന്ന് എന്താ പിന്നെ പ്രതീക്ഷിക്കേണ്ടത്? ഇതുകൂടെ ഈ മലപ്പുറം പ്രാവശ്യത്തില്ല. ഇനി ഇങ്ങനെ എന്ത് ചോദിച്ചാലും അറിയാം. ഇദ്ദേഹം ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. എന്നിട്ട് പറയാണ് കേരളത്തിലെ മീഡിയകളൊന്നും നമ്മുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളത്. നല്ല കാര്യം ചെയ്യണമെന്നേ. നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മീഡിയകൾ കൂടെ നിൽക്കും. നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമോ? മീഡിയകൾ കൂടെ നിൽക്കും. അതെന്താണ് ചെയ്യേണ്ടത്? അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്? ചെയ്തിട്ടില്ല. ഇനി എന്താണ് കേരളത്തിലെ ഈഴവർക്ക് വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി നടേശൻ ചെയ്ത കാര്യങ്ങൾ പറ. എന്ത് പറയും? സ്കൂളുകളുണ്ട്. അയ്യോ മലപ്പുറത്ത് ഈഴവന് സ്കൂൾ കിട്ടില്ല എന്ന് അറിയാണ്ടിരിക്കുകയാണ്.
മലപ്പുറത്ത് ഈഴവന് സ്കൂളില്ല. ഇദ്ദേഹത്തിൻ്റെ ഏരിയയിൽ ആലപ്പുഴ സ്കൂളുണ്ടല്ലോ, അവിടെ എന്തു ഉന്നമനം നടത്തിയത്? അറിയണ്ടേ? ഈഴവന് സ്കൂള് ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നല്ലോ, വെള്ളാപ്പള്ളി നടേശൻ എന്തോ ഒരു പേരൊക്കെ പറഞ്ഞിട്ട്, അതുണ്ടോ? അപ്പോൾ അതുപോലും നടത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം പ്രബുദ്ധരായ ജനങ്ങളാണ്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അവിടെ ചെന്നൊരു വർഗീയത കുത്തിവെച്ച് ഇദ്ദേഹം പാർട്ടി ഉണ്ടാക്കിയത് വർഗീയതയോട് കൂടിയിട്ടാണ്. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ജാഥ നടത്തി, തിരുവനന്തപുരം കടപ്പുറത്ത് പോയിട്ട് വലിയ സമ്മേളനം നടത്തി. ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ നിങ്ങൾ കണ്ടോളൂ, അമിത്ഷാനെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഈ കാണുന്ന ജനങ്ങളെ മുഴുവൻ നിങ്ങൾ കണ്ടോളൂ, ഇവരെല്ലാം നിങ്ങൾക്ക് നാളെ വോട്ട് ചെയ്യാൻ പോകുന്നവരാണെന്ന് പറഞ്ഞു. അവിടെ പോയവർ പോലും വോട്ട് ചെയ്തില്ല. കാരണം എന്താ? ആ സംവിധാനമാണ് ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അത്രയും വലിയ കോലാഹലം ഉണ്ടാക്കി, അതിനനുസരിച്ച് സംസാരിക്കുകയും ചെയ്തു, എന്നിട്ട് ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങൾ പറഞ്ഞ പോലെ പ്രതികരണ ശേഷി ഇല്ലാതാകുകയാണ്. ഓരോ നിമിഷം കൂടുമ്പോഴും നേതാവിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് പ്രതികരിക്കാൻ പറ്റുന്നില്ല, പ്രതിപക്ഷ നേതാവിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് പ്രതികരിക്കാൻ പറ്റുന്നില്ല, മന്ത്രിമാരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് പ്രതികരിക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് പറ്റാത്തതാ. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണെന്നല്ല പറയുക, ഇടതുപക്ഷത്തിലെ ചില നേതാക്കന്മാർ ഇഷ്ടമാണ്. ഇപ്പം അച്യുതാനന്ദന് ഭയങ്കര സ്നേഹം കേട്ടോ. പണ്ട് അച്യുതാനന്ദനായിരുന്നു ശത്രു, ഇപ്പം അച്യുതാനന്ദൻ സ്നേഹം. അപ്പം അദ്ദേഹം തന്നെ അറിയാം അച്യുതാനന്ദൻ ഇപ്പോൾ സുഖമില്ലാതെ കിടക്കുകയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ അദ്ദേഹം പ്രതികരിക്കില്ല, പ്രതികരണശേഷി ഉണ്ടായാൽ അപ്പം മറുപടി പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഏറ്റവും വലിയ ശത്രുവായി വെച്ചിരുന്ന ആൾ അച്യുതാനന്ദനാണ്. അത് ആലപ്പുഴ നേതാക്കന്മാരെ പോലും കൂടെ നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം വെള്ളാപ്പള്ളി നടേശൻ ചെയ്യേണ്ട എന്താ? ചെയ്യുന്ന സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ. ഞാൻ ഇവിടെ കോൺഗ്രസ് ക്രിസ്ത്യാനികളുടെ കാര്യം നോക്കണം. അവിടെ മതനേതാക്കന്മാരുണ്ട്, അവർ ചെയ്തോളൂ. മുസ്ലിങ്ങളുടെ നേതാക്കന്മാരാണ്, മതനേതാക്കന്മാരുണ്ട്. ഇവരെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി കേരളത്തിൽ സർക്കാരുണ്ട്, കേന്ദ്രത്തിൽ സർക്കാരുണ്ട്, അവർ ചെയ്തോളൂ. ഇദ്ദേഹം ചെയ്യേണ്ട പണി എന്താ? ഇദ്ദേഹത്തിൻ്റെ സംഘടനയുണ്ടല്ലോ, അതൊന്ന് വലുതാക്കൂ, അതൊരു നല്ല ഉന്നമനത്തിൽ കൊണ്ടുവരൂ, എന്നിട്ട് അതിനൊരു വലിയ സംവിധാനമാക്കൂ, എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് പോലെ അണികളെ മുഴുവൻ കേൾക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൂ. അതിനുശേഷം നമുക്ക് ആലോചിക്കാം. അതിന് മുന്നേ ഞാനാണ് രാജാവെന്നും എൻ്റെ മുന്നിലുള്ളവരെല്ലാം അടിമകളാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും അപ്പുറം ഒന്നും നടക്കാനില്ല. ഇങ്ങനെ തന്നെ കേരളം ചർച്ചയുള്ളൂ, അത് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹത്തിന് കൊള്ളാം. വെള്ളാപ്പള്ളിക്ക് വിലക്കില്ലേ എന്ന ചോദ്യത്തിന് വെള്ളാപ്പള്ളി എന്ന സ്ത്രീവിരുദ്ധന, വെള്ളാപ്പള്ളി എന്ന വർഗീയവാദിക്ക് കേരളത്തിൽ ഇപ്പോൾ വിലക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസംഗം SNDP യോഗത്തിൻ്റെ പരിപാടിയിലാണ്. അദ്ദേഹം പറഞ്ഞ ചില വരികൾ നോക്കാം. അധികാരത്തിലെത്താൻ സഭകൾ ഇപ്പോഴേ ചരടുവലി തുടങ്ങി. അധികാരത്തിൽ നമുക്ക് പ്രാതിനിധ്യം വേണം. നമ്മുടെ ആളുകളെ ഓരോ പാർട്ടിയിലും അധികാരം കിട്ടുന്ന രീതിയിൽ പ്രവേശിപ്പിക്കണം. അധികാരം കിട്ടാൻ വേണ്ടി ഓരോ പാർട്ടിയിലേക്കും ഞങ്ങളുടെ ആളുകളെ എങ്ങനെ കൊണ്ടുവരണം. രാഷ്ട്രീയ ശക്തിയായി മാറണം. ഓരോരുത്തരും അവരുടെ പാർട്ടിയിൽ നിന്ന് ശക്തി തെളിയിക്കണം. അപ്പോൾ ഒരു കോളേജ് തന്നിട്ട് തുടങ്ങിയ കാലത്ത് തന്നെ ഉള്ള കോഴ്സ് തന്നെ തന്നിട്ടുള്ളൂ, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. മുസ്ലിം സമുദായത്തിന് ഇഷ്ടം പോലെ കൊടുത്തിരിക്കുന്നു. ഇനി പറയുന്നത് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന സർക്കാരാണ് ഇവിടെ. സ്കൂൾ സമയമാറ്റം കോടതി വിധി പ്രകാരമാണ് നടപ്പാക്കിയത്. ഉടൻ സമസ്ത പറഞ്ഞത് ഓണവും ക്രിസ്മസ് അവധിയും വെട്ടിക്കുറയ്ക്കാനാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഓണവും ക്രിസ്മസ് അവധിയും വെട്ടിക്കുറയ്ക്കാനാണോ പറഞ്ഞത്? ശനിയാഴ്ച എടുക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓണവും ക്രിസ്മസ് അവധിയും വെട്ടിക്കുറയ്ക്കാനാണ് പറഞ്ഞത്. അവർക്കൊരു അരമണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്യാനാകില്ലേ? ഇതാണോ മതേതരത്വം? വെള്ളാപ്പള്ളിയിൽ നിന്ന് കേരളം പഠിക്കണം. പിന്നെ പറയുന്നു അതിന് 40 വർഷം വേണ്ടി. ഇവിടെ അച്യുതാനന്ദനെയാണ് കോട്ട് ചെയ്യുന്നത്. അച്യുതാനന്ദനെ കോട്ട് ചെയ്ത് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷമായി ഇവിടെ മാറുമെന്ന് VS അച്യുതാനന്ദൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിന് 40 വർഷം വേണ്ടി വരില്ല. ഇപ്പോൾ തന്നെ ആലപ്പുഴ തന്നെ 2 സീറ്റ് കുറയുന്ന സാഹചര്യമുണ്ട്. അപ്പോഴേക്കും 4 സീറ്റ് മലപ്പുറത്ത് കൂടിയിരിക്കുന്നു. പ്രൊഡക്ഷൻ കൂട്ടിയാണ് അവർ മലപ്പുറത്ത് സീറ്റ് കൂട്ടിയത്. പൊന്ന് പെങ്ങന്മാരെ, നിങ്ങൾ പ്രൊഡക്ഷൻ കുറയ്ക്കരുത് എന്നൊരു അശ്ലീല ചിരിയോടെ അദ്ദേഹം പറയുമ്പോൾ അവിടെ ഒരു കയ്യടിയും ആരവവും ഒക്കെ മുഴങ്ങുന്നുണ്ട്. എന്താണ് അദ്ദേഹം സ്ത്രീകളെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? സ്ത്രീകൾ പ്രസവിക്കാനുള്ള യന്ത്രങ്ങളാണെന്നോ? അദ്ദേഹം പറയുമ്പോഴേക്കും ഈഴവ സ്ത്രീകളെല്ലാം 3ഉം 4ഉം ഒക്കെ പ്രസവിക്കാൻ തയ്യാറാവുന്നു. അങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടി അങ്ങോട്ട് വെള്ളാപ്പള്ളി ആഗ്രഹിക്കുന്ന പോലെ എല്ലാ പാർട്ടികളിലേക്കും പ്രതിനിധികളെ അയക്കാൻ പറ്റുമെന്നോ? വെള്ളാപ്പള്ളി ഏത് കാലത്താണ് ജീവിക്കുന്നത്? അദ്ദേഹം ജീവിക്കുന്നത്? അദ്ദേഹം ആരെയാണ് അഭിസംബോധന ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട്. പക്ഷേ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. എത്ര വർഗീയത പറഞ്ഞാലും ഒരു പ്രശ്നവും ഉണ്ടാകില്ല. ഇത് നേരത്തെ PC ജോർജ് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ശ്രീ ആൻഡോ പറഞ്ഞല്ലോ. PC ജോർജും സമാനമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, PC ജോർജ് പറഞ്ഞിട്ടുണ്ട്. PC ജോർജ് എൻ്റെ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ക്രിസ്ത്യൻ സ്ത്രീകൾ നന്നായി പ്രസവിക്കണം, ഇത് പ്രൊഡക്ഷൻ ഹൗസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എണ്ണം കുറയുകയാണ്, അപ്പം നമുക്കും ആളെ കൂട്ടണം എന്ന കാര്യം PC ജോർജും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു തർക്കം പോലും ഉണ്ടായി ആ കാര്യത്തിൽ, ആ സംസാരത്തിൽ. അപ്പോൾ നേരത്തെ കല്യാണം കഴിക്കണമെന്ന് കൂടി പറഞ്ഞു. നേരത്തെ കല്യാണം കഴിച്ചാലേ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുകയെന്നും കൂടി പറഞ്ഞു. അപ്പോൾ രണ്ടും മോശമല്ല. 2 പേരും ഒരേപോലെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുസ്ലിം വിരോധമാണ് അതിൻ്റെ ആണിക്കല്ല്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ മലപ്പുറത്തെക്കുറിച്ച് സത്യമാണ് പറഞ്ഞത്. നോക്കൂ, അദ്ദേഹം തിരുത്തിയിട്ടില്ല. നിലമ്പൂരിൽ പറഞ്ഞ പ്രസംഗം അദ്ദേഹം ആവർത്തിക്കുന്നു. അപ്പോൾ തിരുത്തിയോ അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നവർ? ഈ പ്രസംഗത്തിന് ശേഷമല്ലേ അദ്ദേഹത്തിന് പൊന്നാടി അണിയിക്കാൻ പിണറായി വിജയൻ പോയത്? അന്ന് പിണറായി വിജയൻ പറഞ്ഞ എന്താണ്? കുമാരനാശേനേക്കാൾ ആ സീറ്റിലിരുന്ന ആളാണ്. അതോടൊപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങൾ കൃത്യമായി നടപ്പാക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി. എന്തൊരു പുകഴ്ത്തലായിരുന്നു! ഈ പ്രസംഗമൊക്കെ കേരളം കണ്ടതല്ലേ? ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസംഗം പിണറായി വിജയൻ കാണുന്നുണ്ടോ?
അപ്പോൾ അദ്ദേഹം എന്ത് അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്? കേരളത്തിൽ ഇടതുപക്ഷം ഭരിച്ച ഇപ്പോൾ 9 വർഷമായല്ലോ, ഒരു ഈഴവ മുഖ്യമന്ത്രിയല്ലേ? മുൻപ് ഇടതുപക്ഷം ഭരിച്ചപ്പോഴും ഒരു ഈഴവ മുഖ്യമന്ത്രിയല്ലേ? അപ്പോൾ ഈഴവ മുഖ്യമന്ത്രിയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് നീതി കിട്ടിയിട്ടില്ല എന്നാണോ അദ്ദേഹം പറയുന്നത്? അതോ അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്നാണോ അദ്ദേഹം പറയുന്നത്? പിന്നെ പറയുന്നു ശ്രീനാരായണ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ട് മുസ്ലിമിനെ VC ആക്കിയെന്ന്. മന്ത്രി മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം വികാരമുണ്ടായി. മുസ്ലിം വികാരമുണ്ടായതിനെ കുറ്റം പറയാമായില്ല. VC ആയി ഒരു മുസ്ലിം ഇല്ലാത്തതുകൊണ്ടാണ് മുസ്ലിമിനെ വെച്ചതെന്ന് മന്ത്രി എന്നോട് പറഞ്ഞു. മുസ്ലിമിന് മുസ്ലിം എന്ന വികാരമാണ്. അവർക്ക് ഇടത് എന്നോ വലുതോ എന്നോ ഇല്ല. എല്ലാം പിടിച്ചടക്കണം. മലപ്പുറം മാത്രമല്ല, തിരുക്കൊച്ചി പ്രദേശത്തും 4 സീറ്റ് വേണമെന്നാണ് ഇപ്പോൾ ലീഗ് ആവശ്യപ്പെടുന്നത്. തന്ത്രപൂർവ്വം ഭരണം പിടിച്ച് മുഖ്യമന്ത്രിയാകാനാണ് ലീഗിൻ്റെ ശ്രമം. മുഖ്യമന്ത്രി ആയാൽ എന്താ? ലീഗിന് മുഖ്യമന്ത്രി ആയിക്കൂടെ? ലീഗിന് സുയേഷ് ഒരു കാലത്ത് മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? കുറച്ചു കാലത്ത്. ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആയാൽ എന്താണ് സംഭവം? എന്താ കുഴപ്പം? എന്താണേ വെള്ളാപ്പള്ളിക്ക് എന്താ പ്രശ്നം? വെള്ളാപ്പള്ളി ഈഴവർക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈഴവർ ആയി പോകുന്ന അധ്യാപകർക്ക് പണം കൊടുക്കാതെ അവിടെ കയറാൻ പറ്റും? ആർക്കെങ്കിലും അല്ല, ഈഴവർക്കാണല്ലോ, ഈഴവർക്ക് വേണ്ടിയാണെന്നാണല്ലോ പറയുന്നത്. സമുദായത്തിലെ എത്ര പേർക്ക് അവിടെ സൗജന്യമായി ജോലി കൊടുത്തിട്ടുണ്ട്? അങ്ങോട്ട് എത്ര ലക്ഷങ്ങളാണുള്ളത്? ആ ലക്ഷങ്ങളുടെ കണക്ക് പുറത്തേക്ക് പറയാൻ വെള്ളാപ്പള്ളി തയ്യാറുണ്ടോ? എന്ത് സമുദായത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്? ഇതെന്താ വെച്ചാൽ തെക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു, വടക്കോട്ട് പോയിട്ടില്ലായിരുന്നു. എന്നിട്ട് വടക്കോട്ട് പോയി ഇങ്ങനെ അങ്ങോട്ട് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ശ്വാസം മുട്ട് പറഞ്ഞത്. പക്ഷേ അവിടെ ആരും അത് ചെവികൊള്ളാൻ നിന്നില്ല. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പാർട്ടിയിൽ നിന്ന് പോലും ഒരു സ്ഥാനാർത്ഥി അവിടെ നിൽക്കാൻ തയ്യാറായോ? BDJS സ്ഥാനാർത്ഥി നിൽക്കാൻ തയ്യാറായോ? ഇല്ല. അപ്പോൾ ഇതാണ് വെള്ളാപ്പള്ളിയുടെ പ്രസംഗം. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അന്തകനാണ് PJ ജോസഫ് എന്ന് പറയുന്നു. 34 സ്ഥാപനമാണ് ഒറ്റയടിക്ക് സ്വന്തം സമുദായത്തിന് കൊടുത്തെന്ന് പറയുന്നു. സമുദായത്തിന് അർഹമായ പാർട്ടി ഏത് പാർട്ടി കൊടുക്കുന്നോ അത് അവർക്ക് വോട്ട് ചെയ്യണം. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ മറ്റേ നായാടി മുതൽ നമ്പൂതിരി വരെ നിർത്തി കേട്ടോ. നായാടി മുതൽ ക്രിസ്ത്യാനി വരെ എന്നാണ് പുതിയത്. അതായത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം തോന്നുന്നു BJP ആഗ്രഹിക്കുന്ന മറ്റേ ക്രിസ്ത്യൻ വോട്ട് കൂടി കിട്ടുക എന്നുണ്ടല്ലോ. അപ്പോൾ നായാടി മുതൽ ക്രിസ്ത്യാനി വരെ എന്ന് പറയുന്നു. ഒരു ഘട്ടത്തിൽ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. അപ്പുറത്ത് ഈ ക്രിസ്ത്യാനികൾക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യം വരികയാണ്. ഇതിൽ ഭരണപക്ഷം പ്രതികരിക്കില്ല, മുഖ്യമന്ത്രി പ്രതികരിക്കില്ല. നമ്മൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഇതിൽ പ്രതികരണങ്ങൾ ഓരോരുത്തരും സ്ഥാനാർത്ഥി അടക്കമുള്ളവർ പ്രതികരിച്ചാണ്. അപ്പോൾ എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് എന്ന് സ്ഥാനാർത്ഥി പറയുന്നതെന്ന് ഒഴിച്ചാൽ വേറെ ആരും അതിൽ പ്രതികരിച്ചിട്ടില്ല. ഈ ശ്രീനാരായണ സർവകലാശാല കേരളത്തിൽ തുടങ്ങിയ ഒരു സർവകലാശാലയാണ്. ആ സർവകലാശാലയ്ക്ക് വേണ്ടി ഒരുപക്ഷെ വെള്ളാപ്പള്ളി സമ്മർദ്ദം ചെലുത്തിയിരിക്കാം. ആ സർവകലാശാല തുടങ്ങിയാൽ പിന്നെ അതിലെ എല്ലാ നിയമനങ്ങളും VC അടക്കം വെള്ളാപ്പള്ളിയാണോ തീരുമാനിക്കുക? ഏത് സർവകലാശാലയിലാണ് സാധ്യമാകുക? SN സർവകലാശാലയിൽ സാധ്യമാകുമോ? അപ്പോൾ ഓരോ സർവകലാശാലയിലും ആ സമുദായം തീരുമാനിക്കുമെന്ന രൂപത്തിൽ എങ്ങനെയാണ് കാർഡിയ സംസ്കൃത സർവകലാശാലയിലും ആ രൂപത്തിൽ വേറെ ആർക്കെങ്കിലും തീരുമാനിക്കാൻ പറ്റൂ? സർക്കാരല്ലേ തീരുമാനിക്കുക. അതെങ്ങനെയാണ് വെള്ളാപ്പള്ളി ഈ രൂപത്തിൽ അത് കരുതുന്നത്? അതായത് ഒരു സർവകലാശാലയ്ക്ക് വേണ്ടിയാണ് സമ്മർദ്ദം ചെലുത്തിയാൽ അതിലെ മുഴുവൻ തീരുമാനങ്ങൾ ഞാനാണ് എടുക്കുക എന്ന് അങ്ങ് എങ്ങനെയാണ് കരുതുന്നത്? വിഡ്ഢികളുടെ സ്വർഗത്തിലാണോ? താങ്കളെ ഇപ്പോൾ വിമർശിക്കാനോ താങ്കൾക്കെതിരെ നടപടിയെടുക്കാനോ ഇപ്പോൾ ഈ ഇടത് സർക്കാർ തയ്യാറാകില്ല. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഒരു തീരുമാനമാണ്. ഈഴവരുടെ വോട്ട് അങ്ങനെ നഷ്ടപ്പെടുമോ എന്നൊരു തെറ്റിദ്ധാരണയാണ് നിൽക്കുന്നത്. കാരണം ഇവിടുത്തെ ഈഴവർ വോട്ട് ചെയ്തിരുന്നത് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടല്ല. അതാദ്യം മനസ്സിലാക്കുക. അവർക്ക് രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാടിലാണ് ഇവിടെ ഈഴവ നേതാക്കൾ ഇവിടെ രാഷ്ട്രീയത്തിൽ അത് ഇടതുപക്ഷത്തായാലും വലതുപക്ഷത്തായാലും പിണറായി വിജയനായാലും VS അച്യുതാനന്ദനായാലും അപ്പുറത്ത് കോൺഗ്രസിൽ ഈഴവരായ VM സുധീരനെ പോലുള്ള നേതാക്കൾ ഉണ്ടായാലും ഇവരൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്ന അവരുടെ രാഷ്ട്രീയ നിലപാട് കൊണ്ടാണ്. അല്ലാതെ വെള്ളാപ്പള്ളി പറഞ്ഞിട്ടല്ല, സമുദായം നോക്കിയിട്ടല്ല. അവരുടെ രാഷ്ട്രീയ നിലപാടിൽ കേരളത്തിൽ വളർന്ന നേതാക്കളാണ്. അത് താങ്കൾ ആദ്യം മനസ്സിലാക്കുക. സ്ത്രീകളെ അധിക്ഷേപിച്ച് ഇവിടെ വർഗീയത പറഞ്ഞത്, മുസ്ലിം സമുദായത്തെ അധിക്ഷേപിച്ച് താങ്കൾ ഇവിടെ നടത്തുന്ന പ്രസംഗങ്ങൾ വിലപ്പോകില്ല. താങ്കൾക്കെതിരെ ഒരു തവണ കേസെടുത്തു, അറസ്റ്റ് ഉണ്ടായി. അത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. പിന്നീട് ഈ തരത്തിൽ വർഗീയ പ്രസംഗങ്ങൾ പിന്നീട് നടത്തിയിട്ടില്ല. പിന്നീട് നടത്തിയത് ഈ ഇടവേളകളാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ താങ്കൾ കൃത്യമായി നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ 2 വള്ളത്തിലും കാല് വെച്ചുണ്ട്. ഇവിടെ പിണറായി പോഴ്ത്തും അവിടെ മോദിയെ പോഴ്ത്തും. ഇതാണ് താങ്കളുടെ രീതി. ഇത് ഇവിടുത്തെ ജനത്തിനറിയാം. ഇവിടുത്തെ കോൺഗ്രസ് ഇപ്പോൾ പ്രതികരിക്കാത്തത് വെള്ളാപ്പള്ളിയെ വില കൽപ്പിക്കാത്തതുകൊണ്ടാണ്. എന്തെങ്കിലും പറഞ്ഞു പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം വെള്ളാപ്പള്ളി അവിടെ ഈ പറഞ്ഞ KC വേണുഗോപാലിനെതിരെ വലിയ പ്രചാരണം നടത്തിയല്ലോ. ആര് ജയിച്ചു? പ്രതികരിക്കാതിരിക്കുക, അവഗണിക്കുക എന്നുള്ളതാണ്. ചില ഘട്ടങ്ങളിൽ അവഗണിക്കുക. നമ്മൾ അവഗണിക്കില്ല, നമ്മൾ പ്രതികരിക്കും. നമ്മളെ സംബന്ധിച്ച് പ്രതികരിക്കേണ്ടതാണ്. ഇത് ജനത്തിന് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കേണ്ടതാണ്. വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗങ്ങളുടെ കണക്കെടുക്കാൻ ഇവിടെ സർക്കാർ തയ്യാറുണ്ടോ? എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന് സർക്കാർ പറയേണ്ടതാണ്. നേരത്തെ ജിമ്മി പറഞ്ഞതിനോട് വിയോജിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. മുഖ്യമന്ത്രിക്ക് എന്നാ മനസ്സിലാകാത്തത്? മുഖ്യമന്ത്രിക്ക് മനസ്സിലാവുന്നിട്ടാണോ? അപ്പോൾ വെള്ളാപ്പള്ളിയുടെ പോക്കറ്റിലാണ് ഇവിടെയുള്ള ഈഴവരുടെ വോട്ടെന്ന് ഇവിടെ പിണറായി വിജയൻ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ പാർട്ടി സെക്രട്ടറിയും അങ്ങനെ തെറ്റിദ്ധരിക്കുന്നു. ഒരു തീരുമാനമായി അതിന്മേൽ പ്രതികരിക്കേണ്ട എന്ന നിലപാട് വരുന്നു. പക്ഷേ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഏതായാലും ഈഴവർ വോട്ട് ചെയ്യുന്നത് വെള്ളാപ്പള്ളി പറയുന്നത് പോലെയല്ല എന്നുള്ള കാര്യം നല്ല തെളിച്ചമുള്ള കാര്യമാണ്. വെള്ളാപ്പള്ളിക്ക് ഇവിടെ വിലക്കില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. സുജയ.
വെള്ളാപ്പള്ളിയെ ഇവിടെ വിലക്ക് ഏർപ്പെടുത്തേണ്ടത് ഒരു സർക്കാർ സംവിധാനമാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് LDF സർക്കാരാണ്. LDF സർക്കാരിനെ സംബന്ധിച്ചോളം വെള്ളാപ്പള്ളി നടേശനും സമസ്തയും അതായത് ജിഫ്രി മുത്തുക്കോയ തങ്ങളും വെള്ളാപ്പള്ളി നടേശനും രണ്ട് പേരെ നമുക്ക് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരെയും ഇടത് സർക്കാരിന് വേണം. രണ്ട് കൂട്ടരിൽ നിന്നും വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും ഒന്നും പറയില്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ത് പറഞ്ഞാലും തിരിച്ചൊന്നും പറയില്ല. ഉമർ ഫൈസി മുക്കത്തെ പറയുമോ? പറയില്ല. വെള്ളാപ്പള്ളി നടേശനെയും പറയില്ല. അത് കേരളത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. അതായത് ഈ സാമുദായിക സംഘടനകൾക്ക് വലിയ രീതിയിൽ വെള്ളവും വളവും ഇട്ടുകൊടുത്ത് തന്നെയാണ് LDF-ഉം UDF-ഉം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജിഫ്രി മുത്തുക്കോയ തങ്ങളായാലും ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൽ ആരും ഇതര മതവിദ്വേഷം പറയുന്നില്ല. അവർക്ക് കിട്ടാത്തതിനെ കുറിച്ച് പറയും. അല്ല, അവർക്ക് കിട്ടാനുള്ള ചോദിച്ചു വാങ്ങുന്നുണ്ടല്ലോ. ഞാൻ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയതല്ലേ ഉള്ളൂ. അല്ല, ഞാൻ ഒരു വരി പറഞ്ഞു തുടങ്ങുമ്പോഴേ അങ്ങ് മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കേണ്ട. ഞാൻ എന്റെ ഭാഗം പറയട്ടെ. വെള്ളാപ്പള്ളി നടേശനെ പറയുമ്പോൾ ഇപ്പുറത്തുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും സമസ്തയും പറഞ്ഞു തന്നെ പോകണം. സമസ്ത ഇവിടെ എന്താണ് ആവർത്തിച്ച് വാദിച്ചുകൊണ്ടിരുന്നത്? സ്കൂൾ സമയമാറ്റം ഒരു സർക്കാരിന്റെ നയമാണ്. ആ നയം സർക്കാർ എടുത്തു കഴിയുമ്പോഴേക്കും ഭീഷണിപ്പെടുത്തുകയാണ്. ഭീഷണിപ്പെടുത്തി ഒരു തങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാനായിട്ടുള്ള സമ്മർദ്ദ തന്ത്രമാണ് സമസ്ത നടത്തിക്കൊണ്ടത്. സമസ്ത ഒരു മുസ്ലിം സംഘടനയാണ്. SNDP പറയുന്നത് പോലെ തന്നെ സമസ്തയെയും വിമർശിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴേ അതിൽ യഥാർത്ഥത്തിൽ മതേതരത്വം ഉണ്ടെങ്കിൽ സാധ്യമാവുകയുള്ളൂ. അല്ലാതെ ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കിക്കൊണ്ടുള്ള ഒരു വിമർശനമാകുമ്പോൾ വെള്ളാപ്പള്ളി ചെയ്യുന്നത്, ഹിന്ദു സംഘടനകൾ ചെയ്യുന്നത്, RSS ചെയ്യുന്നത് അതൊക്കെ മാത്രം തെറ്റായി തോന്നുകയും ഇപ്പുറത്തുള്ള മുസ്ലിം സംഘടനകൾ ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയാലും SDP ആയാലും സമസ്തയായാലും ആരായാലും തെറ്റിന് കാണാതെ പോവുകയും ചെയ്യും. വെള്ളാപ്പള്ളിയെ വിമർശിക്കുന്ന ആ ഒരു ആർജവത്തോടെ വിമർശിക്കില്ല. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഇവിടെ വെള്ളാപ്പള്ളിയെ കുറിച്ച് പറയുമ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞ വാചകങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകണം. ഞാൻ വെള്ളാപ്പള്ളി എൻഡോഴ്സ് ചെയ്യാനോ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കാനോ അല്ല. പക്ഷേ വെള്ളാപ്പള്ളിയെ മാത്രം പറയുന്നതിലെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ മാത്രം പിൻ പോയിന്റ് ചെയ്യുന്നതിനകത്തെ ഒരു ഗൂഢലക്ഷ്യമുണ്ട്. ആ ഗൂഢലക്ഷ്യം കേരളം തിരിച്ചറിയാതെ പോകരുത്. പറയട്ടെ, വെള്ളാപ്പള്ളിക്ക് വിലക്കില്ലേ എന്നതാണല്ലോ ചോദ്യം. ഞാൻ അതിന്റെ എന്റെ ഉത്തരത്തിലേക്ക് വരികയാണ്. ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ ഇടപെട്ടില്ലല്ലോ, പൂർണ്ണമായും പറഞ്ഞ് പൂർത്തിയാക്കിയല്ലോ. അതിൽ സമസ്തയുടെ കാര്യത്തിലടക്കം വളച്ചൊടിക്കാൻ ശ്രമിച്ചതിൽ പോലും ഞാൻ ഇടപെട്ടിട്ടില്ല. ഓണം ക്രിസ്മസ് അവധി കുറച്ച് സ്കൂൾ സമയം ക്രമീകരിക്കാനുള്ളത് സമസ്ത മുന്നോട്ട് വെച്ച 3 നിർദ്ദേശങ്ങളിൽ ഒന്നാണ്. അത് സമസ്ത സർക്കാരിന് മുന്നിൽ വെച്ച നിർദ്ദേശമാണ്. അതായത് ഓണം ക്രിസ്മസ് അവധി അതിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾ എടുത്തുകൊണ്ട് ഈ സ്കൂൾ സമയം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പുനഃക്രമീകരിക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തൂ എന്ന നിർദ്ദേശമാണ് സമസ്ത മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കാരിന്റെ നയം തിരുത്തുന്നതിന് സംഘടനകൾക്ക് അവസരം കൊടുക്കുന്നതിനായി അവരുടെ ചർച്ചകളിലേക്ക് ഒരു ചർച്ചയുമില്ല, നിലപാട് ഇതാണ് എന്ന് ആർജവത്തോടെ പറഞ്ഞ വി ശിവൻകുട്ടിക്ക് തൊട്ടടുത്ത ദിവസം പ്ലേറ്റ് മറിച്ചിടുന്നത് പോലെ മറിച്ചിടേണ്ടി വന്ന സാഹചര്യം കേരളം കണ്ടതാണ്. അതുപോലെ തന്നെയാണ് വെള്ളാപ്പള്ളിക്കും കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പോയിന്റ് അതാണ്. അതായത് ഒരു ഭാഗത്ത് സമസ്തയ്ക്ക് കീഴടങ്ങുന്നു, മറുഭാഗത്ത് വെള്ളാപ്പള്ളി എന്ത് പറഞ്ഞാലും മലപ്പുറം പ്രസംഗത്തിന് ശേഷം തൊട്ടടുത്തയാഴ്ച നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പോകാതിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു നിലപാടുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനൊരു നിലപാടുണ്ടെന്ന് പറയാമായിരുന്നു. ഇവിടുത്തെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തെ കയ്യിൽ സമസ്തയും വലത്തെ കയ്യിൽ വെള്ളാപ്പള്ളിയും. അങ്ങനെ തന്നെയാണ് ഇടത് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കേരളത്തിൽ കൃത്യമായി ചിന്തിക്കുന്ന ബോധ്യമുള്ള രാഷ്ട്രീയ ബോധ്യമുള്ള ആർക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ്. അല്ലാതെ രണ്ടു കൂട്ടരെയും വെവ്വേറെയൊന്നും കാണുന്നില്ല. വോട്ടുണ്ടോ അങ്ങോട്ട് ചായും. അത് തന്നെയാണ് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളിയെ ഇനി അങ്ങോട്ട് എന്തൊക്കെ പറഞ്ഞാലും തള്ളിക്കളയാൻ പോകുന്നില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി 100 ദിവസം തികച്ചില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 6-7 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ കൃത്യമായി എവിടെ നിന്നാണ് വോട്ട് ചോർന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്ത് നോക്കി ഓരോ ജില്ലയിലെയും CPIM-ന്റെ അവലോകന റിപ്പോർട്ട് വന്നല്ലോ. ആലപ്പുഴയിലടക്കം വോട്ട് ചോർച്ചയുണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഇടതുപക്ഷം ജയിക്കേണ്ട നിയമസഭാ മണ്ഡലങ്ങളിലടക്കം 2026 ഒരു തുടർ ഭരണം സാധ്യമാകണമെങ്കിൽ ഈഴവർ കൂടെ നിന്നേ പറ്റൂ. OBC വോട്ട് കിട്ടിയേ പറ്റൂ. ആ വോട്ടുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് BJP-യിലേക്കാണ്. അത് കൃത്യമായി ഇടതുപക്ഷം CPIM തിരിച്ചറിഞ്ഞ കാര്യമാണ്. അത് അവരുടെ അവലോകന റിപ്പോർട്ടിലടക്കം വന്ന കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ 3 മാസം മുമ്പ് ജിമ്മി സാർ പറഞ്ഞ പോലെ പറയാനാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇടത് സർക്കാരിന് 3 മാസം മുൻപേ വെള്ളാപ്പള്ളിയെ തിരുത്താമായിരുന്നു. തിരുത്തിയില്ലല്ലോ. അപ്പോൾ ഇതിലും തിരുത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. മലപ്പുറം ശ്വാസമുട്ടലിലും പറഞ്ഞു പോയത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒഴുക്കൻ മറുപടി അല്ലാതെ അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി പോയിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഇനിയും പോകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ ഈ പ്രസംഗം കഴിഞ്ഞ് ഇത്രയും സമയമായല്ലോ, മണിക്കൂറുകൾ പിന്നിട്ടല്ലോ, ഇതുവരെ ഏതെങ്കിലും ഒരു മന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഇടതുപക്ഷത്തെ നേതാവ്, എന്തിന് ബിനോയ് വിശ്വം പോലും വന്നില്ലല്ലോ. CPI വലിയ രീതിയിൽ വിമർശിക്കാറുള്ളതാണല്ലോ. എന്തേ വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കാനായിട്ട് പറ്റാത്തത്? ഒരു മന്ത്രി, ഒരു നേതാവ്, ഒരാളും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇപ്പുറത്ത് മുസ്ലിം സംഘടനകൾ വരുമ്പോഴും ഇതേ നിലപാട് തന്നെയാണ്. വിമർശിക്കാൻ നല്ല രീതിയിൽ ഭയമുണ്ട്. പറഞ്ഞാൽ തന്നെ പൊതിഞ്ഞു പറയും, അല്ലാതെ മൊത്തത്തിൽ അങ്ങോട്ട് പറയാൻ പോവുകയില്ല. കാരണം ഈ വോട്ട് പോകുമെന്നുള്ളത്, അതായത് പ്രീണനമാണ് നയം എന്നുള്ളത് വളരെ എവിഡന്റ് ആണ്. അത് വെള്ളാപ്പള്ളിയെയും പ്രീണിപ്പിക്കും, സമസ്തയെയും പ്രീണിപ്പിക്കും, ജമാഅത്തെ ഇസ്ലാമിയെയും പ്രീണിപ്പിക്കും. അത് നമ്മൾ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയില്ല, എല്ലാവരുടെയും വോട്ട് വേണം. പറഞ്ഞത് UDF-ന്റെ ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അപ്പോൾ രണ്ട് മുന്നണികളും മാറി മാറി പ്രീണിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പുറത്ത് വെള്ളാപ്പള്ളി പറഞ്ഞ വാചകങ്ങളിലേക്ക് വരാം. വെള്ളാപ്പള്ളിയുടെ ഒന്നാമത്തെ പോയിന്റ് 2040 കേരളം മുസ്ലിം ഭൂരിപക്ഷമാകും. 2040 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 നിന്ന്
15 വർഷങ്ങൾക്കിപ്പുറം ആ ഒരു സാധ്യതയുണ്ടോ? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി കേരളം മാറുമോ? ഇല്ല എന്നാണ് ഉത്തരം. 2040 മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി കേരളം മാറണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം കൺവേർട്ട് ചെയ്യണം. ഒന്നാകെ കൺവേർട്ട് ചെയ്താൽ മാത്രമേ, അല്ലാതെ അദ്ദേഹം സൂചിപ്പിച്ച സോക്കോൾഡ് പ്രൊഡക്ഷൻ കൊണ്ട് ഇത് സാധ്യമാകില്ല. കാരണം 15 വർഷം കൊണ്ട്, ഇപ്പോൾ ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്താലും 18 വയസ്സായി വോട്ടവകാശത്തിലേക്ക് എത്തില്ലല്ലോ. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ ആ വാദം തെറ്റാണ്. അദ്ദേഹം അത് പറയാനുള്ള കോണ്ടെക്സ്റ്റ് എന്താണ് എന്നതിലേക്ക് വരാം. 30% ഇതിനകം തന്നെ 30%ത്തിലേക്ക് എത്തുന്ന കേരളത്തിലെ മുസ്ലിം പോപ്പുലേഷൻ, അതാണ് അദ്ദേഹത്തെ ഇപ്പോൾ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം മുസ്ലിം പോപ്പുലേഷൻ വളരുമ്പോൾ UDFും LDFും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് മുസ്ലിംസിനാണ്. അല്ലെങ്കിൽ ആ രീതിയിൽ ആ വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്താനായിട്ടുള്ള നയങ്ങളാണ് തുടരുന്നത്. അത് ഈഴവരടക്കമുള്ള ഹിന്ദുക്കളുടെ അവകാശങ്ങൾക്ക് മേൽ വലിയ രീതിയിലുള്ള ഒരു വിഘാതമായി മാറും. അതാണ് അദ്ദേഹത്തിന്റെ ഭയം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ആൻസൈറ്റി എന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ ആ ഒരു ഉത്കണ്ഠയിൽ നിന്നാണ് ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊടുക്കുക. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ അവിടെ തിരിച്ചറിയേണ്ടത്, ഇവിടെ ഈഴവനെന്നും മുസ്ലിം എന്നും അല്ലെങ്കിൽ മറ്റൊരു മതവിഭാഗമെന്നും പറഞ്ഞുകൊണ്ട് ആളുകളെ ഇങ്ങനെ കള്ളികളിലാക്കുമ്പോൾ, ഇപ്പോൾ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. 2025 ഈ കള്ളി നോക്കി ആളുകൾ വോട്ട് ചെയ്യുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഈഴവനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും വോട്ട് ചെയ്യേണ്ടത് ആർക്കാണെന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അപ്പോൾ അല്ല, ഈ പറഞ്ഞത് ഒരു കാര്യം കൂടെ നാടിയോട്ടെ, ഈ വിമർശനം BJPക്കും NDAക്കും അവരെന്താ മിണ്ടാത്ത, അതെന്താ പറയാത്തെ? അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ ഒന്ന്. ഇവിടെ LDFും UDFും ആണല്ലോ ഈ കാര്യത്തിൽ, അതായത് ഈഴവ വോട്ട് ബാങ്കിന് വേണ്ടി ഞങ്ങളുടേതാണ് അല്ലെങ്കിൽ അവരുടേതാണ് എന്ന് പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് കൂട്ടരും ഞാൻ പറഞ്ഞോട്ടെ, ഈ സമസ്തയുടെ ഈഴവ വോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഞാനത് സൂചിപ്പിച്ചല്ലോ. ഈഴവ വോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് NDAയിലേക്ക്. ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ എൻഡോഴ്സ് ചെയ്യുന്ന സമീപനം ആരെങ്കിലും സ്വീകരിച്ചോ എന്നതുകൂടി നമ്മൾ നോക്കണം. ഞാൻ പരിശോധിച്ചപ്പോൾ ഹിന്ദു ഐക്യവേദി അല്ലാതെ മറ്റൊരു സംഘടനകളും ഇതുവരെ അനുകൂലിച്ച് അല്ലെങ്കിൽ ഇതിനെ എൻഡോഴ്സ് ചെയ്യുന്നത്. പക്ഷേ ഹിന്ദു ഐക്യവേദി പോലും, അതായത് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുക ഹിന്ദു ഐക്യവേദിയാണ്. അപ്പോൾ അവർ പോലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഈ പ്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റിനെ ഒരു തരത്തിലും എൻഡോഴ്സ് ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഈ 2040 അത് അദ്ദേഹത്തിന്റെ ആശങ്കയാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം മാത്രമേ ഉള്ളൂ. അതായത് വെള്ളാപ്പള്ളി നടേശനെ ആരും ഏറ്റെടുക്കുന്നില്ല, ആരും പ്രതിരോധിക്കുന്നില്ല, തൊടാതെ വിടുകയാണ്. അതിൽ ഈ 3 മുന്നണികൾക്ക്, അതിലേക്ക് തന്നെയാണ് ഞാൻ വന്നത്, 3 മുന്നണികളും തൊടാതെ വിടുകയാണ്. പക്ഷേ ഈ 3 മുന്നണികളും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിൽ നിങ്ങൾ ഇങ്ങനെ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ട് വേർതിരിക്കാൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കൃത്യമായി ഈ 3 പോക്കറ്റിനെയും ഉറപ്പിച്ചു നിർത്താൻ സാധിക്കില്ല. അത് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഇടതുപക്ഷം എത്രത്തോളം CAയുടെ കാര്യം, അങ്ങനെ പൗരത്വ ഭേദഗതിയിൽ ഉള്ള ഏറ്റവും വലിയ പ്രതിഷേധങ്ങൾ നടത്തിയത് ഇടതുപക്ഷമല്ലേ? എന്നിട്ട് വോട്ട് എങ്ങോട്ട് പോയി? UDFിലേക്കല്ലേ പോയത്? LDFിന് എന്തെങ്കിലും ഗുണമുണ്ടായോ? അപ്പോൾ ഈ പ്രീണനം കൊണ്ടൊന്നും കാര്യമില്ല. ആളുകൾക്കറിയാം മുസ്ലിം കൺസോളിഡേഷൻ വേണമെന്ന് അവർ തീരുമാനിച്ചാൽ അവിടെ ചെയ്യും, ഈഴവ കൺസോളിഡേഷൻ വേണമെന്ന് തീരുമാനിച്ചാൽ അവിടെ ചെയ്യും. പക്ഷേ ഈഴവ കൺസോളിഡേഷൻ വേണോ എന്ന് തീരുമാനിക്കുന്ന തരത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളോ അല്ലെങ്കിൽ പാണക്കാട് തങ്ങളോ ഒക്കെ വിചാരിക്കുന്ന രീതിയിൽ ഈ മുഴുവൻ സമുദായത്തെ ഒന്നിച്ചു നിർത്താനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി അത് SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് ഉണ്ടോ? അതാണ് അദ്ദേഹം പ്രൂവ് ചെയ്യേണ്ടത്. അദ്ദേഹം പറയുന്ന സ്ഥാനാർത്ഥി അദ്ദേഹം വിജയിപ്പിച്ച് കാണിക്കണം. KC വേണുഗോപാലിനെ തോൽപ്പിക്കാൻ പറ്റിയോ? പറ്റിയില്ല. അദ്ദേഹം വിജയിപ്പിച്ച് കാണിക്കണം. ഇവിടെ മുസ്ലിം സംഘടനകൾക്ക് അത് സാധിക്കുന്നുണ്ട്. അവർ മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാകും. ഇവിടെ നിലമ്പൂരിൽ എന്തൊക്കെ സംഭവിച്ചാലും ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും എന്ന് പാണക്കാട് തങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ്? അവരവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി അതിനെ പണിയെടുത്തത് കൊണ്ടാണ്. ലീഗ് അവിടെ പണിയെടുത്തത് കൊണ്ടാണ്. എന്തൊക്കെ സംഭവിച്ചാലും അവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചിരിക്കും ഇത്തവണ എന്നവർ പറയുന്നു. കൃത്യമായി അവിടെ ജയിക്കുന്നു. അവിടെ വേറെ എന്തൊക്കെ തരത്തിലുള്ള എന്ത് കൺസോളിഡേഷൻ വന്നാലും ജയിക്കാതിരിക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗം വിജയിപ്പിക്കാനായിട്ടുള്ള പണി അവർക്കറിയാം. ആ പണി വെള്ളാപ്പള്ളിക്ക് അറിയാമോ? എന്റെ ചോദ്യം അത്രയേ ഉള്ളൂ. ആ പണി വെള്ളാപ്പള്ളിക്ക് അറിയാമോ? വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ വലിയ ആർജവത്തോടെ പറയുന്നു നമ്മൾ ഒന്നിച്ചു നിൽക്കണം. അദ്ദേഹത്തിന്റെ കൂടെ ഒന്നിച്ചു നിൽക്കാൻ ഈ പറയുന്ന ഈഴവ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾ മുഴുവനായി ഒന്നിച്ചു നിൽക്കുമോ? അദ്ദേഹം പറയുന്നത് പോലെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്ന പാർട്ടിക്കല്ലേ വോട്ട് ചെയ്യേണ്ടത്? അദ്ദേഹം ഇടതുപക്ഷത്തിനൊപ്പം നിന്നപ്പോൾ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് ഈ ആളുകൾ മുഴുവൻ വോട്ട് ചെയ്തില്ല? എന്തുകൊണ്ട് അവർ BJPയിലേക്ക് പോയി? BJPയിൽ നിന്ന് വെള്ളാപ്പള്ളി ഒന്നും പറഞ്ഞില്ലല്ലോ. BDJS മത്സരിച്ച സീറ്റുകളിലുമല്ലല്ലോ. BDJS മത്സരിച്ച സീറ്റുകളിലല്ല BJPക്ക് ഈഴവ വോട്ടുകൾ എൻ ബ്ലോക്ക് ആയിട്ട് വന്നത്. അതുകൂടി ജിമ്മി സാർ നോക്കണം. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ, ആറ്റിങ്ങലിൽ V മുരളീധരൻ, ഇവരൊന്നും BDJSന്റെ ഭാഗമല്ല. രണ്ടുപേരും BJPയുടെ നേതാക്കളാണ്. അവരിലേക്ക് എങ്ങനെയാണ് ഈഴവ വോട്ടുകൾ ഒഴുകിയെത്തിയത്? ആ ഈഴവ വോട്ടുകൾ ഒഴുകിയെത്തിയത് വെള്ളാപ്പള്ളി പറഞ്ഞിട്ടാണോ? വെള്ളാപ്പള്ളി നടേശൻ പോയി വോട്ട് ചെയ്യണമെന്ന് ഈ ഓരോ യൂണിയനിലും പോയി പറഞ്ഞിട്ടാണോ? സുജയ, പക്ഷേ വെള്ളാപ്പള്ളി നിലമ്പൂരിൽ നടത്തിയ പ്രസംഗം ശരിയാണ് എന്ന് K സുരേന്ദ്രൻ പറഞ്ഞിരുന്നു കേട്ടോ. വെള്ളാപ്പള്ളി നടേശൻ അവിടെ പറഞ്ഞ ശ്വാസം മുട്ടുന്നു, അതായത് ബുദ്ധിമുട്ടുകൾ നേരിടുന്നു, അതായത് വിദ്യാഭ്യാസ സ്ഥാപനം, കെ സുരേന്ദ്രൻ പറഞ്ഞ വാചകം ഇതാണ്: വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിൽ ബുദ്ധിമുട്ട് നേരിട്ടത് കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ആ കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിന് ആ ബുദ്ധിമുട്ട് നേരിട്ടത് കൊണ്ടാണ് എന്ന് കൃത്യമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേര് തന്നെ വെച്ചാണ് അവിടെ കെ സുരേന്ദ്രൻ പറഞ്ഞത്. വെള്ളാപ്പള്ളി അങ്ങനെയല്ല. അതെ, ശ്വാസം മുട്ടുന്നു. വെള്ളാപ്പള്ളിയുടെ ആ ശ്വാസം മുട്ടലിനെ അംഗീകരിച്ചുകൊണ്ടല്ല ഞാൻ, അതുകൊണ്ടാണ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിനെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന വർഗീയ നിലപാടിനെ എൻഡോഴ്സ്
ചെയ്യുന്ന ആളല്ല ഞാൻ, ഇന്നും ചെയ്യില്ല, നാളെയും ചെയ്യില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശന്റെ ഈ മുഖ്യമന്ത്രി പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് ഇവരെല്ലാവരും നിരന്നിരുന്ന് പറഞ്ഞല്ലോ. മുഖ്യമന്ത്രി പങ്കെടുക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു പങ്കെടുക്കുമെന്ന്. കാരണം പിണറായി വിജയൻ പങ്കെടുത്തിരിക്കും. പിണറായി വിജയന് വോട്ടാണ് മുഖ്യം. നമ്മളാരും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും പങ്കെടുക്കുന്ന പറഞ്ഞത് മിണ്ടില്ല എന്നാ പറഞ്ഞത്. അപ്പോ എന്തായാലും അന്നത്തേതൊക്കെ നമ്മുടെ ഡിജിറ്റൽ ആർക്കൈവ്സിൽ ലഭ്യമാണ്. അത് നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ പിന്നെ കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞു. കാന്തപുരം നടത്തിയ ഇടപെടലുകൾ നിമിഷപ്രിയയുടെ മോചനത്തിലേക്ക് എത്തിച്ചോ? അതാണല്ലോ നിലനിൽക്കുന്ന ഒരു ചോദ്യം. നിമിഷപ്രിയയുടെ മോചനത്തിലേക്ക് എത്തിച്ചോ? സുപ്രീം കോടതിയിൽ വന്നപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കൗൺസിൽ അടക്കം ഈ കാര്യത്തിൽ എന്താണ് പറഞ്ഞത്? കാന്തപുരത്തെ ഇടപെട്ടോന്നാണ് ചോദിക്കുന്നത്. ഒറ്റ ദിവസം മാധ്യമങ്ങൾ കാന്തപുരത്തിന് കൊടുത്ത ഹൈപ്പ് എത്ര മാത്രമാണ്? കാന്തപുരം ഇടപെട്ടു, നിമിഷപ്രിയ എത്തുന്നു, വധശിക്ഷ മരവിപ്പിച്ചു. ആ രീതിയിലാണ് ഒരു തൂക്കുകയർ, നാളെ രാവിലെ തൂക്കുകയർ വിധിച്ച ഒരു സ്ത്രീ, ഒരാളെ ആ തൂക്കുകയറിൽ നിന്ന് മാറ്റിയത് തന്നെ വലിയ കാര്യം. ഇന്നും അത് കാന്തപുരമാണ് ചെയ്തത് എന്ന രീതിയിൽ ഈ ഇടപെട്ടു എന്ന് പറയുന്ന കുടുംബക്കാർ പറയുന്നുണ്ടല്ലോ. എന്തിനാണ് പിന്നെ അല്ല ഞാൻ ചോദിക്കട്ടെ, പിന്നെ എന്തിനാ ഇപ്പൊ ഒരു ടീമിനെ, ഡെലിഗേഷൻ ടീമിനെ അങ്ങോട്ട് വിടുന്നുണ്ടല്ലോ, അതിനകത്ത് കാന്തപുരത്തിന്റെ പ്രതിനിധി വേണമെന്ന് പറയുന്നത് എന്തിനാ? കാന്തപുരത്തിന്റെ പ്രതിനിധി വേണമെന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രനാണ്, അതായത് ആക്ഷൻ കൗൺസിൽ അംഗമാണ്. ആ സുഭാഷ് ചന്ദ്രൻ ഇടതുപക്ഷമാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം. കേന്ദ്ര സർക്കാർ എന്താണ് പറയുന്നത്? ഞാനൊന്ന് പറഞ്ഞു കേന്ദ്ര സർക്കാർ ആദ്യം പറഞ്ഞത് ഞങ്ങൾക്ക് അവിടെ നയതന്ത്ര ബന്ധമില്ല. സത്യമാണ്. പരിമിതി ഇല്ലായിരുന്നെങ്കിൽ കേന്ദ്രത്തിന് എന്താണ് അവിടെ സംഭവിക്കുന്നത് കൃത്യമായി പറയാൻ കഴിയുമോ? ഞാൻ ചോദിക്കട്ടെ, ഈ കാന്തപുരം അയച്ചു എന്ന് പറയുന്ന സൂഫി പണ്ഡിതൻ ഞങ്ങളുമായി സംസാരിച്ചില്ല എന്ന് ഈ നിമിഷപ്രിയ കൊന്ന ആളുടെ സഹോദരൻ തന്നെയാണല്ലോ പറയുന്നത്. അതെന്താണ്? ടൈം എക്സ്റ്റൻഷൻ കൊടുത്തത് ഞായറാഴ്ചയാണ്, കഴിഞ്ഞ ഞായറാഴ്ചയാണ്. കാന്തപുരം ഇതേക്കുറിച്ച് പറയുന്നപ്പോഴാണ് ചൊവ്വാഴ്ചയാണ്. ഞായറാഴ്ചത്തെ ഉത്തരവ് ചൊവ്വാഴ്ച കൊണ്ടുവന്നിട്ട് തിങ്കളാഴ്ച അല്ല, കാന്തപുരത്തിന് വേണ്ടി വാദിക്കാൻ നിൽക്കും. ഞാനതൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അപ്പോൾ അതാണ് എല്ലാത്തിനും ഇടയിൽ കയറുകയാണ്. അല്ല, ഇത്രയ്ക്ക് ഒരു ആവേശം കാണുമ്പോഴാണ് മറന്നു പോകുന്നോണ്ടാണ്. ഇപ്പൊ ഈ പറഞ്ഞല്ലോ കാന്തപുരം വെള്ളാപ്പള്ളിയുടെ എല്ലാ പ്രസ്താവനയും സുരേന്ദ്രൻ പിന്തുണയ്ക്കുന്നത്, അതിനെക്കാട്ടും തീവ്രമാണ് പറഞ്ഞത്. മറ്റേ മുസ്ലിങ്ങൾക്ക് തുപ്പിയിട്ട് ഭക്ഷണം കൊടുക്കുന്നു പറഞ്ഞ കെ സുരേന്ദ്രനാണ് ഈ കാര്യത്തിൽ പറഞ്ഞത്. കെ സുരേന്ദ്രൻ പറഞ്ഞു മലപ്പുറത്ത് ഒരു മാസക്കാലം ഒരു തുള്ളി വെള്ളം ഒരാൾക്കും ലഭിക്കില്ല. നോമ്പ് കാലത്തെ ലക്ഷ്യമായി കെ സുരേന്ദ്രൻ പറഞ്ഞത് ഈ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തെ പിന്തുണച്ചുകൊണ്ടാണ്. മലപ്പുറത്ത് ഈ തുള്ളി വെള്ളം കിട്ടാത്ത ശ്വാസമുട്ടലാണ്. അതാണ് വെള്ളാപ്പള്ളി പറഞ്ഞതിനെ സുരേന്ദ്രൻ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഒട്ടും തീവ്രത കുറച്ചല്ല കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. ചർച്ച തുടരാം. സുജിയ, പോയിന്റ്സ് ബാക്കിയുള്ളത് പറഞ്ഞോളൂ. അതായത് അദ്ദേഹം പറഞ്ഞ, അതായത് വെള്ളാപ്പള്ളി നടേശന്റെ ഈ വർഗീയ പ്രസംഗം എന്ന ഈ ഒരു തലക്കെട്ടിട്ടുകൊണ്ടാണല്ലോ നമ്മൾ ഈ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ വെള്ളാപ്പള്ളി നടേശനെ യഥാർത്ഥത്തിൽ പിണറായി സർക്കാർ എൻഡോഴ്സ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്. അതാണ് കേരളത്തിലെ ഒരു യാഥാർത്ഥ്യം. അതിനോട് നിങ്ങൾക്ക് ആർക്കും വിയോജിപ്പുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. തുടർച്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇപ്പോൾ UDF എതിരെ പറയുമ്പോൾ, VD സതീശന് എതിരെ പറയുമ്പോൾ UDF ഒരുപക്ഷെ അദ്ദേഹത്തെ അധികം എൻഡോഴ്സ് ചെയ്തു എന്ന് വരില്ല. പക്ഷേ KC വേണുഗോപാലിനെതിരെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നാലും KC വേണുഗോപാൽ അദ്ദേഹത്തിനെതിരെ പറയുമോ എന്നൊരു ചോദ്യമുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നാൽ അദ്ദേഹം തിരിച്ചു പറയും. കാരണം പലരും ഇദ്ദേഹത്തെ പിണക്കാതെ അങ്ങ് വിട്ടേക്കാം. എനിക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യമാണ്, വെള്ളാപ്പള്ളി നടേശനെ പിണക്കേണ്ടതില്ല. അത് ഒരു പൊതു തത്വമായി ഇടത് വലത് മുന്നണികൾ എടുത്തിരിക്കുകയാണ്. വലതെന്ന് പറയുമ്പോൾ അതിൽ എൻ്റെയും കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത്. എല്ലാവരും വെള്ളാപ്പള്ളി നടേശനെ പിണക്കാതെ അങ്ങനെ കൊണ്ടുപോവുകയാണ്. അദ്ദേഹം 90കളിലേക്ക്, ഇപ്പോൾ 88 വയസ്സായിട്ടുണ്ടാവും അദ്ദേഹത്തിന്. അപ്പോൾ അത്രയും പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഇരുന്ന് പറയുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാണാത്ത നേതാക്കളില്ല. തെരഞ്ഞെടുപ്പുകളാകുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകും. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു അനുഗ്രഹം വാങ്ങുന്നത് പോലെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? യഥാർത്ഥത്തിൽ ഈ അപ്പീസ്മെന്റ് ഇല്ലാതെ കേരളത്തിൽ രാഷ്ട്രീയം പറ്റില്ലേ? ആ ഒരു ചോദ്യം എനിക്ക് 3 മുന്നണികളോടും കൂടെ ചോദിക്കാനുള്ളതാണ്. അപ്പീസ്മെന്റ് ഇല്ലാതെ കേരളത്തിൽ രാഷ്ട്രീയം പറ്റില്ലേ? കാരണം നിങ്ങൾ ജനങ്ങളുടെ വോട്ടാണ് തേടേണ്ടത്. നിങ്ങൾ ഇങ്ങനെ ചതുരക്കളികളിൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നിങ്ങനെ വിഭജിച്ച് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതങ്ങൾ ഉണ്ടെങ്കിൽ അത് എല്ലാവരെയും വിഭജിച്ച് വെച്ചുകൊണ്ട് ഒരു അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് നിങ്ങൾ കളിക്കുമ്പോഴത്തേക്കുമാണ് ഈ പറയുന്ന രീതിയിൽ സമുദായ നേതാക്കൾക്ക് ഇത്രയും പ്രാതിനിധ്യം കിട്ടുന്നത്. അവർക്ക് ഒരു ലൈസൻസും ഇല്ലാതെ എന്തും പറയാൻ കഴിയുന്നത്. ആ ഒരു എൻഡോഴ്സ്മെന്റ് ആദ്യം എടുത്ത് സർക്കാർ അങ്ങ് മാറ്റണമെന്നേ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാലും PC ജോർജ് പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് വർഗീയതയാണ്, അല്ലെങ്കിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായി അതിൽ കേസെടുക്കണം. അതിനുള്ള വകുപ്പുകളുണ്ടല്ലോ, ഭാരതീയ ന്യായ സംഹിതയിൽ വകുപ്പുകളുണ്ടല്ലോ. അതനുസരിച്ച് കേസെടുക്കണം. വെള്ളാപ്പള്ളി നടേശനെതിരെ ഈ കഴിഞ്ഞ കാലയളവിൽ നടത്തിയ ഏതെങ്കിലും ഒരു പരാമർശത്തിന് കേസെടുത്തിട്ടുണ്ടോ? കേസ് എടുക്കില്ല, ഉറപ്പാണ് എടുക്കില്ല.
ഉറപ്പാണ് LDF എന്ന് മാത്രമല്ല, ഉറപ്പാണ് കേസെടുക്കില്ല. അതാണ് ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം. ഇവിടെ മുഖ്യമന്ത്രിയാകാൻ ലീഗ് ശ്രമിക്കുന്നു. UDF-ൽ നിലവിൽ സംഭവിക്കാൻ പോകുന്നത് ലീഗ് പ്രധാനപ്പെട്ട ഒറ്റക്കക്ഷിയാകും. ഭരണം കിട്ടുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ലീഗ് മത്സരിക്കുന്ന സീറ്റിലെല്ലാം അവർ കൃത്യമായ കൺസോൾട്ടേഷനോടുകൂടി ജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതിനുള്ള ഗ്രൗണ്ട് വർക്ക് അവർ നടത്തുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ പോകരുത്. ലീഗിനെ ഇനി ഒരു വട്ടം കൂടി ഭരണമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ പരമാവധി സീറ്റുകളിൽ ഇതിനകം തന്നെ 4 സീറ്റെങ്കിലും പ്ലസ് ആണ് അവർ ചോദിക്കാൻ പോകുന്നത്. അതൊരു ഫാക്റ്റാണ്. അപ്പോൾ കോൺഗ്രസിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, കോൺഗ്രസിന് 2026 അധികാരത്തിലെത്താൻ സാധിക്കുമോ, ആ കാര്യമാണ് അവിടെ നിൽക്കുന്നത്. കോൺഗ്രസ് ആണ് കൂടുതൽ സീറ്റുകളിൽ വരികയെങ്കിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെങ്കിൽ ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടില്ല. ഉപമുഖ്യമന്ത്രിയായ ഒരു പക്ഷേ PK കുഞ്ഞാലിക്കുട്ടി വന്നുവെന്ന് വരാം. ഇവിടെ ബക്രീദിന്റെ അവധി, അങ്ങനെ പല പല കാര്യങ്ങളാണ് വെള്ളാപ്പള്ളിയുടെ മനസ്സിലുള്ളത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഒറ്റ കാര്യം കൂടി, ഇവരിപ്പോൾ ആഗ്രഹിക്കുന്ന എന്താണ്? അധികാരത്തിൽ പ്രാതിനിധ്യം. വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം എന്താണ്? അധികാരത്തിൽ പ്രാതിനിധ്യം. അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും അധികാരത്തിൽ പ്രാതിനിധ്യം. അതിന് ഏത് പാർട്ടിയെന്നൊന്നുമില്ല. SNDP-ക്കാർ വിശ്വസിക്കുന്ന ഏത് പാർട്ടിയിലും BJP എങ്കിൽ BJP, BDJS എങ്കിൽ BDJS, CPM, CPI, കോൺഗ്രസ്, ലീഗിലേക്ക് എന്തായാലും പോകില്ല. ഇത്രയും പാർട്ടികളിൽ എവിടെയെങ്കിലും നിങ്ങൾ കയറുക, എന്നിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നേ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അധികാര സ്ഥാപനങ്ങളിൽ ഞാനതാ പറഞ്ഞത് സാറേ. ഈ ഡയറക്റ്റ് ആയിട്ട് ഇതങ്ങ് പറഞ്ഞാൽ മതി. പൊളിറ്റിക്സ്, യു സ്പീക്ക് പൊളിറ്റിക്സ് സംസാരിക്കുക. എനിക്ക് വേറൊരു വിഷയമാണ് സുജയ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ, ഈ സമസ്ത സ്കൂൾ മാറ്റത്തിന്റെ കാര്യത്തിൽ പറഞ്ഞതിൽ എന്താണ് കുഴപ്പം? സമസ്തയുടെ നിലപാട് പറഞ്ഞു, സമസ്തയുടെ അഭിപ്രായം ആവശ്യം പറഞ്ഞു, ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കണം. ഇന്നേ ഈ നിമിഷം വരെ സമസ്തയുടെ ഭാഗത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിന്റെ 4 അംശത്തിലൊരു സർക്കാർ പറഞ്ഞു സൗകര്യമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്നാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ശരിയായി. അന്യമത വിദ്വേഷം അവർ പറയുന്നുണ്ടോ? കേട്ടില്ല. അന്യമത വിദ്വേഷമുണ്ടോ? അതാണ് ഏറ്റവും അങ്ങനല്ല ഞാൻ വേണമെന്ന് പറയാലോ. കേരളം ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി തന്നില്ലെങ്കിൽ നിങ്ങൾ വിവരം അറിയും എന്ന് പറഞ്ഞില്ലല്ലോ. വേണമെങ്കിൽ പറയാമല്ലോ. വെള്ളാപ്പള്ളി നടേശൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ. ബാക്കി എത്രയോ സമുദായ സംഘടനകൾ പറയാറുണ്ടല്ലോ, സംഘടനകൾ പറയാറുണ്ടല്ലോ. സമസ്ത ഇതുവരെ സമസ്തയെ സമസ്തന്റെ ഭാഗത്തുനിന്നോ കാന്തപുരത്തിന്റെ ഭാഗത്തുനിന്നോ ഇന്നേ വരെ ഹിന്ദുക്കൾക്കെതിരെയോ മുസ്ലിം ഒരിക്കലും ഒരു കഴിയോ? ഒരു ബൈറ്റ്. ഇത് 2016 തുടങ്ങി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലെ ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വളരെ മോശമായി പറയാം. അദ്ദേഹത്തിന്റെ കാരണം എന്താ? അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് പറഞ്ഞോട്ടെ, അദ്ദേഹത്തെ രാഷ്ട്രീയം പറഞ്ഞോട്ടെ. നിങ്ങൾ നമ്മുടെ മതത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരോ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കണം. നിങ്ങൾ അധികാര കേന്ദ്രത്തിൽ ക്രിസ്ത്യാനി പറയുന്നുണ്ടല്ലോ, ലത്തീസഭ പറഞ്ഞു എന്താണ് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പിന്നെ നിയമസഭ പറയുന്നത് തെറ്റില്ലാതെ മറ്റുള്ള മതങ്ങളെ കുറിച്ച് മോശം പറഞ്ഞാൽ ഇതിനാണ് വർഗീയ കലാപം ഉണ്ടാകാൻ തുടങ്ങി. ഇതോടുകൂടി വർഗീയ കലാപം ഉണ്ടാകും എന്ന് മാത്രമല്ല, കേരളത്തിലെ ഇടതു വലത് സംഘ മുന്നണികൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ BJP-യുടെ ട്രോജൻ കുതിരയാണ്. എന്തു വേണമെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ പറയും. ഒരക്ഷരം ആരും പറയില്ല എന്ന് വരികയും ആ വിഷയത്തെ എൻഡോസ് ചെയ്യുകയാണ് വെള്ളാപ്പള്ളി. അപ്പോ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ സാധനം അവസാനം വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ച ഇടതു വലത് മുന്നണിയിൽ ഇതിന്റെ പാപഭാരം പേരേണ്ടി വരും. അവരുടെ കാൽ കീഴിൽ നിന്ന് മണ്ണൊലിച്ചു പോകും. അന്ന് ഇരുന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. അന്ന് ഇതായിരുന്നു പദ്ധതിയെന്ന്. സത്യത്തിൽ BJP-യും BJP-യെ പിന്തുണയ്ക്കുന്നവരും മനസ്സിലിരുന്ന് ചിരിക്കുകയാണ്. പുലഭ്യം മുഴുവൻ കേൾക്കുന്നത് ഇവിടുത്തെ CPM-ഉം ഇവിടുത്തെ കോൺഗ്രസുമാണ്. ഒരക്ഷരം തിരിച്ചു പറയാൻ പറ്റുന്നില്ല. അതിൽ പ്രശ്നം എന്താണെന്നറിയോ? വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തോടൊപ്പാന്ന് പറയും. ഭാര്യ BJP-യുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങും. മകൻ BJP-ന്റെ ഘടകകക്ഷിയായിട്ട് പ്രവർത്തിക്കുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പറയുമ്പം ഞാൻ പിണറായി വിജയനാണ്, അദ്ദേഹം വന്നു എന്നെക്കുറിച്ച് പറഞ്ഞു, അതുകൂടെ എല്ലാവരും നാവടങ്ങിന്ന് പറയും. നാവടഞ്ഞിട്ടല്ല, ആത്യന്തികമായി മുഖ്യമന്ത്രി മരിക്കുന്ന കേരളത്തിൽ ഈഴവർക്ക് രക്ഷയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നാവടഞ്ഞിട്ടല്ല. അതില് പിണറായി വിജയനെ ഞാനൊരു ഈഴവ മുഖ്യമന്ത്രിയായി കാണുന്നില്ല കേട്ടോ. ആദ്യം മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ ഇവിടുത്തെ ഈഴ വിഭാഗത്തിൽപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാക്കളും അവരുടെ സമുദായം പറഞ്ഞിട്ടല്ല ഇവിടെ നേതാക്കളായിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ മണിക്കൂർ 6 കേരളത്തിലെ പാർട്ടികൾ സർക്കാർ പ്രതികരിക്കുന്നില്ല. ഒരു വർഗീയ പ്രശ്നമാണ് ഏറെക്കുറെ കേരളത്തിൽ ഏറ്റവും മികച്ച ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡോസ് കിട്ടിയിരിക്കുന്ന മത നേതാവ് അല്ലെങ്കിൽ ആത്മീയ നേതാവ്, അങ്ങനെ ഏത് കോളത്തിൽ വെച്ചാലും അത് വെള്ളാപ്പള്ളി നടേശനാണ്. പുള്ളിക്കുള്ള ഇമ്മ്യൂണിറ്റി വേറെ ആർക്കും ഇല്ല. ശരി, വെള്ളാപ്പള്ളിക്ക് വിലക്കില്ലേ എന്നായിരുന്നു നമ്മുടെ ചോദ്യം. വിലക്കില്ല എന്ന് 4 പേരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നു. Meet the editors.